അപ്പോൾ എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ ദേവസ്വം ബോർഡ് ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ദേവസ്വം ബോർഡിന്റെ അവസാനത്തെ ക്ലാസ് ആണ്. നമ്മുടെ ദേവസ്വം ബോർഡിന്റെ സ്പെഷ്യൽ ടോപ്പിക് സബ്ജക്റ്റുകൾ എല്ലാം നമ്മൾ തീർക്കുന്നത് ഇപ്പോൾ ഈ ക്ലാസ്സോട് കൂടിയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് പുരാണത്തിന്റെ രണ്ടാമത്തെ ഭാഗം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ രാമായണം പഠിച്ചിരുന്നു അല്ലേ? അപ്പോൾ അത് കൂടാതെ നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തിൽ മഹാഭാരതം, അതുപോലെ ലളിതാ സഹസ്രനാമ സ്തോത്രം, ഇങ്ങനെയുള്ള ഭാഗങ്ങളാണ് നമ്മളൊന്ന് നോക്കുന്നത്. അതുകൂടാതെ തന്നെ നമ്മൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി അപ്പോൾ എന്നൊരു ഭാഗം കൂടെ ആണ് കേട്ടോ നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മഹാഭാരതത്തിലോട്ട് കിടക്കാം. അപ്പോൾ മഹാഭാരതം എന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ രാമായണം പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് 7 ഖണ്ഡങ്ങളാണുള്ളത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അങ്ങനെ മഹാഭാരതത്തിലോട്ട് വരുമ്പോൾ അവിടെ പർവ്വങ്ങളാണ്. അപ്പോൾ പർവ്വങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് 18 പർവ്വങ്ങളാണ് ഉള്ളത്. അപ്പം 18 പർവ്വങ്ങൾ അതിൽ നമുക്കറിയാം, അതിൽ ഭഗവത്ഗീത ഒക്കെ അടങ്ങിയിരിക്കുന്നത് ഇതിനകത്ത് ഭീഷ്മപർവ്വത്തിലാണ് കേട്ടോ. അപ്പോൾ ഭീഷ്മപർവ്വത്തിൻ്റെ 25 മുതൽ 43 വരെയുള്ള ഭാഗങ്ങളിലായിട്ടാണ് നമുക്കത് വരുന്നുണ്ട്, എല്ലാം നോക്കുന്നുണ്ട്. അതുപോലെ 18 പർവ്വങ്ങളുണ്ടെങ്കിലും എല്ലാ പർവ്വങ്ങളും നമ്മൾ പഠിക്കേണ്ടതില്ല. വളരെ പ്രാധാന്യമുള്ള ചില പർവ്വങ്ങൾ, ചില വിശേഷങ്ങൾ, അതുപോലെ ചില കഥാപാത്രങ്ങളുടെ പേര്, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ നോക്കി പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പുരാണത്തിൻ്റെ രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ മഹാഭാരതം. അപ്പോൾ മഹാഭാരതത്തിൻ്റെ കർത്താവ് ആരെന്ന് ചോദിച്ചാൽ ആരാണ്? വേദവ്യാസനാണ്. അപ്പോൾ ഇതും നമുക്ക് മഹാഭാരതം ഇത്രയും കഥ മൊത്തം പറഞ്ഞുകൊണ്ടിരിക്കാൻ സമയമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ ഫാക്റ്റ് ബൈ ഫാക്റ്റ് ആയിരിക്കും, അല്ല നമുക്ക് വളരെ പെറുക്കി എടുത്ത് പഠിക്കാവുന്ന രീതിയിലുള്ള ഫാക്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളാണെങ്കിൽ അത് വായിച്ചു വിട്ടാൽ തന്നെ മതിയോ, മറ്റേ നിങ്ങൾക്ക് ഓർമ്മയിലൊക്കെ ഇരിക്കും. അത്രേ ഉള്ളൂ, വളരെ നിസ്സാരമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ. അതുപോലെ പഞ്ചമവേദം എന്നും അറിയപ്പെടുന്ന ഒരു കൃതിയാണ് കേട്ടോ ഈ പറയുന്ന മഹാഭാരതം. പഞ്ചമവേദം എന്നും അറിയപ്പെടുന്ന കൃതിയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ 18 പർവ്വങ്ങളായിട്ടാണ് ഇത് വിഭജിച്ചിരിക്കുന്നത്. പിന്നെ ഇതിന് പുറമെ 18 ഇത് കൂടാതെ തന്നെ ഇതിനകത്തുള്ള വേറൊരു ഭാവം കൂടിയുണ്ട്, അതായത് ഹരിവംശം എന്നൊരു ഭാവം കൂടിയുണ്ട്. അപ്പോൾ ഈ ഹരിവംശം കൂടാതെയാണ് 18 പർവ്വം. ഹരിവംശത്തെ ഒരു പർവ്വം എന്ന രീതിയിലൊന്നും ആയിട്ട് കാണുന്നില്ല. അതിനകത്ത് ഒരു ചെറിയൊരു അപ്പൻഡിക്സ് എന്നൊക്കെ പറഞ്ഞ പോലെയുള്ള ഒരു ഭാഗം ആയിട്ട് ഇതിനെ കാണുന്നുള്ളൂ. ഏറ്റവും അവസാനം വരുന്നൊരു ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നുള്ളൂ. അപ്പം ഹരിവംശം എന്നുള്ളതും ഇതിൻ്റെ ഒരു ഭാഗമാണ് വരുന്നത്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭഗവത്ഗീത വരുന്നത് ഇതിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ശ്രീകൃഷ്ണൻ്റെ ജീവിതവും വംശാവലിയും ചരിത്രവുമാണ് ഈ പറയുന്ന ഹരിവംശത്തിലെ പ്രതിപാദ്യം കേട്ടോ. ഹരിവംശത്തിൽ പറഞ്ഞത് ഭഗവാന്റെ ജീവിതം, വംശാവലി പോലെയുള്ള കുറച്ച് ചരിത്ര കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ പർവ്വങ്ങൾ ഇതൊക്കെയാണ്. ഇതിനകത്തിപ്പം ഏറ്റവും ആദ്യം വരുന്ന ആദിപർവ്വമാണെന്ന് മനസ്സിലാക്കുക, ഏറ്റവും ലാസ്റ്റ് സ്വർഗാരോഹണ പർവ്വം ആണെന്നൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇന്നത്തെ വേറെയും ചില പ്രധാന പർവ്വങ്ങളൊക്കെ ഉണ്ട്, അതിപ്പോൾ നമ്മൾ വരുന്ന ഭാഗങ്ങളായിട്ട് നമ്മൾ നോക്കും. അപ്പം ഇനി മഹാഭാരതത്തിലെ ഭീഷ്മപർവ്വം പ്രധാന ഒരു പർവ്വമാണ് അല്ലെ. ഭീഷ്മപർവ്വം സിനിമയൊക്കെ അല്ലെ, മമ്മൂട്ടിയുടെ സിനിമയൊക്കെ ഉണ്ടല്ലേ. അപ്പോൾ ഭീഷ്മപർവ്വത്തിലെ 25 മുതൽ 43 വരെയുള്ള അധ്യായങ്ങളിലായാണ് ഭഗവത്ഗീത ചേർത്തിരിക്കുന്നത്. അതുപോലെ ഇതിൻ്റെ ഒരു പ്രമേയം എന്ന് പറഞ്ഞാൽ തത്വജ്ഞാനമാണ് കേട്ടോ. തത്വജ്ഞാനമാണ് ഇതിനകത്തെ ഒരു പ്രമേയം. അതുപോലെ ഇത് അർജുനനും കൃഷ്ണനും തമ്മിലുള്ള ഒരു ആശയക്കുഴപ്പങ്ങൾ കാര്യങ്ങളെല്ലാം സംസാരിച്ച് ക്ലിയർ ചെയ്ത് മനസ്സിനെ ശക്തിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ കുറേ കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അതാണ് തത്വജ്ഞാനം എന്ന് പറയുന്നത്. തത്വജ്ഞാനമാണ് ഈ പറയുന്ന ഭഗവത്ഗീതയുടെ പ്രമേയമായിട്ട് വരുന്നത്. അതുപോലെ ഇത് വിവരിച്ചു കൊടുക്കുന്നത് ആരാണ്? സഞ്ജയനാണ് വിവരിച്ചു കൊടുക്കുന്നത്. അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് പോയിന്റ് ആയിട്ട് തന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ 18 അധ്യായങ്ങളിലായിട്ട് 700 ശ്ലോകങ്ങളാണ് ഈ പറയുന്ന ഗീതയിലുള്ളത് കേട്ടോ. 18 അധ്യായങ്ങളിലായിട്ട് 700 ശ്ലോകങ്ങളാണ് ഗീതയിലുള്ളത്. അതുപോലെ തന്നെ ഇതിനൊരു സംക്ഷിപ്ത രൂപം എന്നൊക്കെ പറയാവുന്നത് കണ്ണശൻ്റെ ഭാരതമാല എന്നൊരു കൃതിയുണ്ട്. അതുപോലെ തന്നെ തുഞ്ചത്തെഴുത്തച്ഛൻ്റെ മഹാഭാരതം ക്ലിപ്പാട്ട്, നമ്മൾ രാമായണം ക്ലിപ്പാട്ട് നമ്മൾ കണ്ടു എന്ന് പറഞ്ഞ പോലെ തന്നെ അല്ലെ ക്ലിപ്പാട്ട് രാമായണം നമ്മൾ കണ്ടു എന്ന് പറഞ്ഞ പോലെ മഹാഭാരതം ക്ലിപ്പാട്ടും ഉണ്ട്. അപ്പം ഇതും ഇതിനൊക്കെ മഹാഭാരതത്തിനൊക്കെ ഒരു സംക്ഷിപ്ത രൂപം അല്ലെങ്കിൽ ഒരു സംഗ്രഹ രൂപം എന്നൊക്കെ പറയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഭഗവത്ഗീതയാണ് ഗീതോപനിഷത്ത് എന്നുമൊക്കെ അറിയപ്പെടുന്ന കാര്യം. ഗീതോപനിഷത്ത് എന്നുമൊക്കെ അറിയപ്പെടുന്നത് ഈ പറയുന്ന ഭഗവത്ഗീതയാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണല്ലേ, ഇതെന്താണ് ഒരു കൃഷ്ണാർജുന സംവാദം. കൃഷ്ണനും അർജുനും തമ്മിലുള്ള ഒരു സംസാരങ്ങൾ കാര്യങ്ങളാണ് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇത് സഞ്ജയൻ ആണ് വിവരിക്കുന്നത് നമ്മൾ പറഞ്ഞു. ആർക്കാണ്? ധൃതരാഷ്ട്രർക്കാണ് ഇത് വിവരിച്ചു കൊടുക്കുന്നത്. ധൃതരാഷ്ട്രർക്കാണ് ഇത് വിവരിച്ച് കൊടുക്കുന്നത് എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ മഹാഭാരതത്തെ 5ാം വേദമായിട്ട് കണക്കാക്കുന്ന കാര്യവും നമ്മൾ പറഞ്ഞു. ശരിക്കും 4 വേദങ്ങളേ ഉള്ളൂ, പക്ഷേ 5ാമത്തെ ഒരു വേദം വരുവാണെങ്കിൽ മഹാഭാരതമായിരിക്കും എന്നുള്ളൊരു ഒപ്പീനിയനിലാണ് അങ്ങനെ പറയുന്നത്. അതുപോലെ തന്നെ മഹാഭാരതത്തിലെ ഭീഷ്മപർവ്വത്തിലാണ് ഭഗവത്ഗീത ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. അപ്പം നമുക്ക് ഇതിനകത്ത് ആദിപർവ്വം സഭാപർവ്വം എന്നൊരു ഭാവമൊക്കെ നോക്കാം. അപ്പം നമുക്ക് ഇതിനകത്ത് പ്രധാന ഏറ്റവും ആദ്യം വരുന്ന പർവ്വങ്ങളായ ആദിപർവ്വം, സഭാപർവ്വം എന്ന ഭാഗങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്തേക്ക് വരുമ്പം നമ്മളിവിടെ ഏറ്റവും ആദ്യം വേദവ്യാസനെ പറ്റി ഉള്ള ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഇൻട്രോയിൽ നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തിനകത്തെ പ്രധാന ഭാഗങ്ങളിലോട്ട് പോകാം. അപ്പം മഹാഭാരതത്തിന്റെ കർത്താവായ വേദവ്യാസന്റെ പിതാവാണ് ആര്?
പരാശര മഹർഷി കേട്ടോ. പരാശര മഹർഷി എന്നത് വേദവ്യാസന്റെ പിതാവിന്റെ പേരാണ്. അതുപോലെ തന്നെ വേദവ്യാസൻ അറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്ത്? കൃഷ്ണദ്വൈപായനൻ. കൃഷ്ണദ്വൈപായനൻ എന്നത് വേദവ്യാസൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ്. അതുപോലെ വേദവ്യാസന്റെ മാതാവിന്റെ പേരാണ് എന്ത്? സത്യവതി. സത്യവതി എന്നത് വേദവ്യാസന്റെ മാതാവിന്റെ പേരാണ്. അതുപോലെ തന്നെ ദുഷ്യന്തനും ശകുന്തളയും അത് മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളാണ് കേട്ടോ. മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു പെയിന്റിംഗ് ഉണ്ട്, രാജാ രവിവർമ്മയുടെ ഒരു പെയിന്റിംഗ് ഉണ്ട്, ശകുന്തളയുടെ ഒരു പെയിന്റിംഗ് ഒക്കെ. അപ്പോൾ അത് കഥാപാത്രം ഏതിലാണെന്ന് ചോദിച്ചാൽ മഹാഭാരതത്തിലെ കഥാപാത്രങ്ങളാണ്. അതുപോലെ തന്നെ ശകുന്തള ആരാന്ന് ചോദിച്ചാലാണ്? വിശ്വാമിത്രന് മേനകയിൽ ജനിച്ച പുത്രിയാണ് ഈ പറയുന്ന ശകുന്തള. വിശ്വാമിത്രന് മേനക എന്നൊരു അപ്സരസിൽ ജനിച്ച പുത്രിയാണ് ഈ പറയുന്ന ശകുന്തള. അതുപോലെ തന്നെ ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രനാണ് സർവദമനൻ കേട്ടോ. സർവദമനൻ എന്നത് ദുഷ്യന്തന്റെയും ശകുന്തളയുടെയും പുത്രനാണ്. പിന്നീടാണ് ഇത് ഭരതൻ എന്ന പേരിൽ പ്രശസ്തമായ ഒരു ചക്രവർത്തിയൊക്കെ ആകുന്നത്. അതുപോലെ തന്നെ ഈ മഹാഭാരതത്തിലുള്ള ഈ പറഞ്ഞ ദുഷ്യന്ത ശകുന്തള കഥയെ അധികരിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്? കാളിദാസൻ ആഭിജ്ഞാന ശകുന്തള എഴുതുന്നത്. അഭിജ്ഞാന ശകുന്തളം എഴുതുന്നത് ഈ പറയുന്ന കാളിദാസനാണ്. അതുപോലെ തന്നെ ദുഷ്യന്ത ശകുന്തള കഥയെ അതിൽ നിന്നുള്ള ഒരു സംഗ്രഹം എടുത്തിട്ടാണ് കേട്ടോ. അപ്പൊ ഇതുപോലെ തന്നെ ശാന്തനു മഹാരാജാവിന്റെ മകനാണ് ആര്? ദേവവ്രതൻ. ദേവവ്രതൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ അറിയില്ല, ഭീഷ്മർ എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. ഓക്കെ, ഇപ്പൊ ശാന്തനു മഹാരാജാവിന്റെ മകനാണ് ഈ പറയുന്ന ഭീഷ്മർ. അമ്മയുടെ പേര് ഗംഗ എന്നൊക്കെയാണ്, ഗംഗ എന്നാണ്. അപ്പോൾ ഭീഷ്മർ എന്നാണ് ഈ പറയുന്ന ദേവവ്രതന്റെ അറിയപ്പെടുന്ന പേര്. അതുപോലെ തന്നെ ഗംഗ ആണ് ഭീഷ്മരുടെ മാതാവ്. അതുപോലെ തന്നെ കാശിരാജാവിന്റെ പുത്രിമാരാണ് ആര്? അംബ, അംബിക, അംബാലിക എന്നിവര് കേട്ടോ. അതുപോലെ അംബികയുടെ പുത്രനാണ് ഈ പറയുന്ന ധൃതരാഷ്ട്രർ. അദ്ദേഹത്തിന് 10,000 ആനയുടെ ശക്തിയാണ്. അതോടൊപ്പം എന്താ കണ്ണ് കാണത്തില്ല എന്നൊരു പ്രത്യേകതയും ഉണ്ട് കേട്ടോ. അംബാലികയുടെ പുത്രനാണ് പാണ്ഡു. അതുപോലെ എന്താ ഗാന്ധാര രാജ്യത്തെ സുബലൻ എന്ന രാജാവിന്റെ പുത്രിയാണ് ഗാന്ധാരി. ഇപ്പൊ ഞാനിതെല്ലാം പെറുക്കി പറഞ്ഞുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കാൻ ഉള്ള നേരം ഇല്ലാത്തതുകൊണ്ടാണ്. കാരണം അത്രയും ഉണ്ട്. ഇപ്പം മഹാഭാരതം എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരുപാട് കഥകൾ നമുക്ക് പറയേണ്ടി വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ അത്രയും ഒരു എക്സ്പ്ലനേഷനോട്ട് പോകാതെ നമ്മളെല്ലാം പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയുന്നത്. നമ്മൾ എക്സാമിനും അത് മതിയാവും. ഓക്കെ, അപ്പം ശകുനി ഗാന്ധാരിയുടെ സഹോദരിയാണ്. അപ്പൊ ശകുനി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, പകിട കളിച്ച് ഓരോരുത്തരെയും എന്താ പറയുക ഈ ചതിയിലൂടെ ഒക്കെ പറ്റിച്ച് ഭൂമി അല്ലെങ്കിൽ സ്വത്തുക്കൾ കൈക്കലാക്കുക ഇതൊക്കെ ചെയ്യുന്നത് ഒരു വിനോദമായിരുന്നു പുള്ളിയുടേത്. അതുപോലെ പകിടകളിയിൽ അഗ്രഹനാണെന്നും പറഞ്ഞുകൊണ്ട് കള്ളക്കളിയിലൂടെയാണ് ജയിക്കുന്നതെന്നും ഒക്കെ തന്നെയുള്ള ഒരു ഇതും അദ്ദേഹത്തിനൊരു ദുഷ്പേരും അദ്ദേഹത്തിനുണ്ട്. ശരി. അതുപോലെ തന്നെ പാണ്ഡുവിന്റെ പത്നിയാണ് ആര്? കുന്തി ദേവി കേട്ടോ. അതുപോലെ തന്നെ സൂര്യഭഗവാന് കുന്തിയിൽ ജനിച്ച പുത്രനാണ് കർണൻ. സൂര്യഭഗവാന് കുന്തിയിൽ ജനിച്ച പുത്രനാണ് കർണൻ. ഇത് മസ്റ്റായിട്ടൊന്ന് ഓർമ്മയിൽ വെക്കണേ. സൂര്യഭഗവാന് കുന്തിയിൽ ജനിച്ച പുത്രനാണ് ആര്? കർണൻ. അതുപോലെ കർണന്റെ മറ്റ് പേരുകളാണ് എന്ത്? വസുഷേണൻ, അതുപോലെ രാധയൻ എന്നൊക്കെ കർണന്റെ മറ്റു പേരുകളാണ്. അതുപോലെ തന്നെ കുന്തിയുടെ പിതാവിന്റെ പേരാണ് കുന്തിഭോജൻ. കുന്തിഭോജൻ അല്ലെ കുന്തിഭോജൻ എന്ന് പറഞ്ഞത് അല്ല കുന്തിയുടെ പിതാവാണ് എന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർമ്മ വെക്കുക. അതുപോലെ തന്നെ മദ്ര രാജാവിന്റെ മകളാണ് മാദ്രി. ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകളല്ല. മാദ്രിയും കുന്തിയും പാണ്ഡുവിന്റെ പത്നിമാരാണ്. പക്ഷെ നമ്മളിത് പറഞ്ഞു പോകുമ്പോൾ ഇതൊരു ഭാഗത്തിലെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് കണക്ട് ചെയ്യാൻ ഇത് ഉപകാരപ്പെടുന്നതുകൊണ്ട് പറയുന്നതാണ് കേട്ടോ. അപ്പം മാദ്രിയും കുന്തിയും ആരാന്ന് ചോദിച്ചാലാണ്? പാണ്ഡുവിന്റെ പത്നിമാരാണ്. അപ്പൊ കുന്തി ആരാന്ന് ചോദിക്കുമ്പോൾ ആരാ? പാണ്ഡുവിന്റെ പത്നിയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ മാദ്രിയും പത്നിയാണ്. അപ്പൊ മാദ്രി ആരാണ് എന്ന് പറയാൻ വേണ്ടിയാണ് മാദ്രി രാജാവിന്റെ മകളാണ് മാദ്രി എന്ന് ആഡ് ചെയ്തത് കേട്ടോ. ശരി. അപ്പം ദേവകൻ എന്ന രാജാവിന്റെ മകളാണ് വിദൂരർ വിവാഹം ചെയ്തത്. അതുപോലെ എന്താ ഇതിനകത്ത് വേറൊരു ഇതുണ്ട്, കിന്തമൻ. കിന്തമൻ എന്നൊരു മഹർഷി ഉണ്ട്. പുള്ളിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ പാണ്ഡുവിനെ ശപിച്ച ഒരു മഹർഷി എന്നതാണ്. അപ്പം നീ സ്ത്രീയെ പ്രാപിക്കുന്ന സമയത്ത് നിന്റെ ജീവൻ അവസാനിക്കട്ടെ എന്ന് ഈ പറയുന്ന പാണ്ഡുവിനെ ശപിച്ച മുനിയാണ്, മുനികുമാരനാണ് ആര്? കിന്തമൻ കേട്ടോ. അതുപോലെ തന്നെ യമധർവനാൽ കുന്തിക്ക് ജനിച്ച പുത്രനാണ് യുധിഷ്ഠിരൻ. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. യമധർവനാൽ കുന്തിക്ക് ജനിച്ച പുത്രനാണ് യുധിഷ്ഠിരൻ. അതും ഒന്ന് ഓർമ്മ വെക്കുക. അതുപോലെ തന്നെ വായു ഭഗവാനാൽ കുന്തിക്ക് ജനിച്ച മകനാണ് ഭീമൻ കേട്ടോ. വായു ഭഗവാനാൽ കുന്തിക്ക് ജനിച്ച മകനാണ് ഈ പറയുന്ന ഭീമൻ. അതുപോലെ തന്നെ ദേവേന്ദ്രന് കുന്തി ദേവിയിൽ ജനിച്ച മകനാണ് അർജുനൻ. ദേവേന്ദ്രന് കുന്തി ദേവിയിൽ ജനിച്ച മകനാണ് അർജുനൻ. അതുപോലെ അശ്വിനി ദേവകൾക്കും മാതൃ ദേവിയിൽ ജനിച്ച പുത്രന്മാരാണ് നകുലനും സഹദേവനും കേട്ടോ. നകുലനും സഹദേവനും ആരെന്ന് വെച്ചാലാണ്? അശ്വിനി ദേവതകൾക്ക് മാതൃദേവിയിൽ ജനിച്ച പുത്രന്മാരാണ് ഈ പറയുന്ന നകുലനും സഹദേവനും. അതുപോലെ തന്നെ ധൃതരാഷ്ട്രർക്ക് വൈശ്യസ്ത്രീയിൽ ഉണ്ടായ മകനാണ് യുയുത്സു. പുള്ളിയാണ് കൂറുമാറ്റമൊക്കെ ചെയ്യുന്ന കഥയുണ്ട്, നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ധൃതരാഷ്ട്രർക്ക് വൈശ്യസ്ത്രീയിൽ ഉണ്ടായ മകനാണ് ഈ പറയുന്ന യുയുത്സു. അങ്ങനെ മഹാഭാരത യുദ്ധം ആരംഭിക്കുന്ന ആ ഒരു സമയത്ത് എന്ത് ചെയ്യുന്നു?
യുയുത്സു ദുര്യോധന പക്ഷത്തായിരുന്നു ആദ്യം. അവിടുന്ന് പിന്നെ എന്ത് ചെയ്തു, കൂറുമാറി നേരെ പാണ്ഡവ പക്ഷത്തേക്ക് പോവുകയാണ്. അതുപോലെ തന്നെ ദുര്യോധനൻ അറിയപ്പെടുന്ന വേറൊരു പേരാണ് എന്ത്, സുയോധനൻ. സുയോധനൻ എന്നാണ് ദുര്യോധനൻ അറിയപ്പെടുന്ന മറ്റൊരു പേര്. അതുപോലെ തന്നെ കൗരവരുടെ ഏക സഹോദരിയാണ് ആര്, ദുശ്ശള. കൗരവരുടെ ഏക സഹോദരിയാണ് ദുശ്ശള. അതുപോലെ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായ ദ്രോണാചാര്യർ ഭരദ്വാജ മുനിയുടെ പുത്രനാണ് കേട്ടോ. ഈ പറയുന്ന ദ്രോണറായിട്ടുള്ള ആള് ആരാണ്, ഭരദ്വാജ മുനിയുടെ പുത്രനാണ്. അവരുടെ പ്രത്യേകത എന്താ, അല്ലെങ്കിൽ ഈ ഒരു ദ്രോണാചാര്യരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ കൗരവരുടെയും പാണ്ഡവരുടെയും ഗുരുവായിരുന്നു. അപ്പം എന്നൊരു പ്രത്യേകത ഈ പറഞ്ഞ ദ്രോണാചാര്യർക്കുണ്ട്. അതുപോലെ തന്നെ ദ്രോണാചാര്യരാണ് ഭരദ്വാജ മുനിയുടെ പുത്രനാണ്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. നമ്മൾ ഈ പറയുന്ന ചില പോയിന്റുകൾ വളരെ കുറച്ച് മാത്രം ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് ഉള്ളൂ. അപ്പം നിങ്ങളിതൊന്ന് 1-2 തവണയൊന്ന് PDF നിങ്ങളുടെ ഗ്രൂപ്പിൽ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്കത് മതിയാവും. അതുപോലെ തന്നെ എന്താ, കൃപാചാര്യരുടെ സഹോദരിയായ കൃപിയെയാണ് ഈ ദ്രോണാചാര്യർ വിവാഹം കഴിച്ചത്. അങ്ങനെ ഉണ്ടായ ഒരു പുത്രനാണ് ആര്, അശ്വത്ഥാമാവ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ നോക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് ഏകലവ്യൻ. ഇപ്പൊ ഏകലവ്യൻ ആരാന്ന് ചോദിച്ചാലാണ്, കാട്ടാള രാജാവായ ഹിരണ്യധനുസിന്റെ പുത്രനാണ്. കാട്ടാള രാജാവായ ഹിരണ്യധനുസിന്റെ പുത്രനാണ് ഈ പറഞ്ഞ ഏകലവ്യൻ. അതുപോലെ കുരുക്ഷേത്ര യുദ്ധത്തിലെ ഏകലവ്യൻ കൗരവപക്ഷത്ത് നിന്നിട്ടാണ് പോരാടിയത് കേട്ടോ. കൗരവപക്ഷത്ത് നിന്നാണ് പോരാടിയത്. അതുപോലെ തന്നെ പാഞ്ചാല രാജാവായ ദ്രുപദന്റെ മന്ത്രിയുടെ പേരാണെന്ത്, സത്യജിത്ത്. പാഞ്ചാല രാജാവായ ദ്രുപദന്റെ മന്ത്രിയുടെ പേരാണ് സത്യജിത്ത്. അതുപോലെ തന്നെ ഭീമന് ഹിഡംബിയിൽ എന്ന രാക്ഷസ സ്ത്രീയിലുണ്ടായ പുത്രനാണ് ഈ പറയുന്ന ഘടോത്കചൻ കേട്ടോ. ഘടോത്കചൻ എന്ന് പറയുന്നത് ഭീമന് ഹിഡംബി എന്ന രാക്ഷസ സ്ത്രീയിലുണ്ടായ പുത്രനാണ്. അതുപോലെ തന്നെ ബക്കൻ എന്ന അസുരനെ നിഗ്രഹിച്ച ആരാണ്, ഭീമനാണ്. ബക്കൻ എന്ന അസുരനെ നിഗ്രഹിച്ചത് ഭീമനാണ്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞൊരു പേരുണ്ടല്ലേ, പാഞ്ചാല രാജാവായ ദ്രുപദൻ. അപ്പൊ ആ ദ്രുപദന്റെ മറ്റൊരു പേരാണ് എന്ത്, യജ്ഞസേനൻ. യജ്ഞസേനൻ എന്നത് പാഞ്ചാല രാജാവായ ദ്രുപദന്റെ മറ്റൊരു പേരാണ് കേട്ടോ. പാഞ്ചാല രാജാവായ ദ്രുപദന്റെ മറ്റൊരു പേരാണ് ഈ പറയുന്ന യജ്ഞസേനൻ എന്നത്. അതുപോലെ തന്നെ ദ്രുപദന്റെ മക്കളാണ് ആര്, ദൃഷ്ടിദ്യുമ്നും പാഞ്ചാലിയും. ഇപ്പോൾ ഏതൊരു സിനിമയിലൊക്കെ അല്ല ഒരു നല്ലൊരു പേര് പറയുമ്പോൾ പറഞ്ഞൊരു പേരാണ് ദൃഷ്ടിദ്യുമ്നൻ. അപ്പൊ ദൃഷ്ടിദ്യുമ്നൻ ആരാന്ന് ഈ പറയുന്ന ദ്രുപദന്റെ മക്കളാണ് കേട്ടോ. ദൃഷ്ടദ്യുമ്നും അതുപോലെ തന്നെ പാഞ്ചാലിയും നിങ്ങൾക്ക് അറിയാം. അതുപോലെ ദൃഷ്ടദ്യുമ്നും നിങ്ങൾക്ക് ഇപ്പം അറിയാം. അതുപോലെ തന്നെ പാഞ്ചാലിയെ വിവാഹം ചെയ്തത് ആരാന്ന് ചോദിച്ചാലാണ്, അർജുനനാണ്. പാഞ്ചാലിയെ വിവാഹം ചെയ്യുന്നത് അർജുനനാണ്. അങ്ങനെ അർജുനന് ഉലുപ്പി എന്ന നാഗസ്ത്രീയിലുണ്ടായ പുത്രനാണ് ഇരവാൻ കേട്ടോ. അർജുനന് ഉലുപ്പി എന്ന നാഗസ്ത്രീയിലുണ്ടായ പുത്രനാണ് ഇരവാൻ. അതുപോലെ മണിപൂരം ഭരിച്ചിരുന്ന ചിത്രാംഗതൻ എന്ന രാജാവിന്റെ പുത്രിയായ ചിത്രാംഗതയിൽ അർജുനന് ജനിച്ച പുത്രനാണ് ആര്, ബഭ്രുവാഹനൻ കേട്ടോ. ബഭ്രുവാഹനൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ മണിപൂരം ഭരിച്ചിരുന്ന ചിത്രാംഗതൻ എന്ന രാജാവിന്റെ പുത്രിയായ ചിത്രാംഗതയിൽ അർജുനനുണ്ടായ ആ ഒരു പുത്രനാണ് ബഭ്രുവാഹനൻ എന്ന് പറയുന്നത്. അപ്പൊ പേരൊക്കെ ഇച്ചിരി ടൈറ്റാണ്, ഒന്നും കുഴപ്പമില്ല. ഇപ്പൊ ഈ പറഞ്ഞ പോലത്തെ അതുപോലത്തെ ഫാക്റ്റ് ഒന്നും ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യത കുറവാണ്. എങ്കിലും അത് നമുക്ക് ആ ഒരു പാഠഭാഗത്ത് ഒരു പ്രധാനമുള്ള ഒരു പോയിന്റാണ് കേട്ടോ. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞു പോകുന്നതാണ്. അതുപോലെ എന്താ, പാഞ്ചാലിക്ക് പാണ്ഡവരിൽ നിന്നുണ്ടായ പുത്രന്മാരുണ്ട്. അപ്പൊ അത് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പം യുധിഷ്ഠിരന് പാഞ്ചാലിയിലുണ്ടായ പുത്രനാണ് ആര്, പ്രതിവിന്ധ്യൻ കേട്ടോ. പ്രതിവിന്ധ്യൻ എന്നത് യുധിഷ്ഠിരന് പാഞ്ചാലിയിലുണ്ടായ പുത്രനാണ്. അതുപോലെ ഭീമന് പാഞ്ചാലിയിലുണ്ടായ പുത്രനാണ് സുതസോമൻ. സുതസോമൻ എന്നത് ഭീമന് പാഞ്ചാലിയിലുണ്ടായ പുത്രനാണ്. അതുപോലെ തന്നെ അർജുനന് പാഞ്ചാലിയിലുണ്ടായ പുത്രനാണ് ശ്രുതകർമാവ്. ശ്രുതകർമാവ് എന്നത് അർജുനന് പാഞ്ചാലിയിലുണ്ടായ പുത്രനാണ്. അങ്ങനെ നകുലന് പാഞ്ചാലിയിലുണ്ടായ പുത്രനാണ് ശതാനികൻ. ശതാനികൻ എന്നത് നകുലന് പാഞ്ചാലിയിലുണ്ടായ പുത്രനാണ്. സഹദേവന് പാഞ്ചാലിയിലുണ്ടായ പുത്രനാണ് ശ്രുതിസേനൻ. സഹദേവന് പാഞ്ചാലിയിലുണ്ടായ പുത്രനാണ് ശ്രുതിസേനൻ കേട്ടോ. അപ്പൊ ഇത്രയും പേരാണ്. അപ്പൊ ഈ പേരും നിങ്ങളൊന്ന് നോട്ട് ചെയ്തൊന്ന് വെച്ചോളൂ. അപ്പൊ ഇതിനകത്ത് അർജുനന്റെ കാര്യവും സഹദേവന്റെ കാര്യവും ഒന്ന് ഇമ്പോർട്ടൻസോടെ തന്നെ ഒന്ന് നോക്കിയാൽ മതി. അപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് പറയുമ്പോൾ ഒരു ബോറടിയൊക്കെ തോന്നുമായിരിക്കും. കാരണം ഇത് വെറും ഫാക്റ്റ് മാത്രമായിട്ട് നമ്മൾ കഥയൊന്നും വിസ്തരിക്കുന്നില്ല, ഫാക്ട് ബൈ ഫാക്ട് മാത്രമായിട്ട് പറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ 2 ഇട്ടൊക്കെ കേട്ടാൽ മതിയാവും. അതിന് ശേഷം നിങ്ങൾ നോട്ട് ഒരു 2 ആവർത്തിയെങ്കിലും നിങ്ങൾ വായിക്കുക. ഇത്ര നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്കത് ഓർമ്മയിലുണ്ടാവും. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ കാര്യങ്ങളോട്ട് നമുക്ക് നോക്കാം. അപ്പം അർജുനന് ഗാണ്ഡീവം എന്ന വില്ല് നൽകിയത് വരുണദേവനാണ്. അപ്പൊ ഇതോടൊപ്പം തന്നെ ഗാണ്ഡീവം എന്ന വില്ലിനോടൊപ്പം തന്നെ കൊടുത്തതാണ് എന്ത്, ആവനാഴി. അത് ശരമൊഴിയാത്ത ആവനാഴി എന്നതാണ് അതിന്റെ പ്രത്യേകത. ശരമൊഴിയാത്ത ആവനാഴി. ആവനാഴി എന്ന് വെച്ചാൽ പുറകിൽ ഈ അമ്പൊക്കെ ഇട്ട് വെക്കുന്ന ഒരു ബോക്സ് ഉണ്ടല്ലോ, അതാണ് ആവനാഴി എന്ന് പറയുന്നത്. അപ്പം ശരമൊഴിയാത്ത ആവനാഴി. അതുപോലെ തന്നെ എന്താ, വാനരധ്വജം നാട്ടിയ രഥം. രഥത്തിൽ എന്താ വാനരന്റെ ഒരു ധ്വജം കാര്യങ്ങളെല്ലാം വരും, കൊടി കാര്യങ്ങളെല്ലാം വരും. അപ്പൊ ഇത് നൽകിയതാരെന്ന് വെച്ചാലാണ് വരുണനാണ് കേട്ടോ. വരുണനാണ് ഇതെല്ലാം അർജുനന് നൽകുന്നത്. അപ്പൊ ഇത് കൂടാതെ എന്താ, ശ്രീകൃഷ്ണന്
കൗമോദകി എന്ന ഗദയും അതുപോലെ ചക്രായുധവും നൽകിയതും ആര് തന്നെയാണ്? ഈ പറഞ്ഞ വരുണദേവനാണ് കേട്ടോ. വരുണദേവനാണ് ഈ പറഞ്ഞ ശ്രീകൃഷ്ണന് കൗമോദകി എന്ന ഗദയും അതുപോലെ തന്നെ ചക്രായുധവും നൽകുന്നത്. അതുപോലെ തന്നെ ശ്രീകൃഷ്ണന്റെ ചക്രായുധത്തിന്റെ പേരാണ് എന്ത്? സുദർശനം, സുദർശന ചക്രം എന്നൊക്കെ നമ്മൾ പറയും. അപ്പൊ ഈ സുദർശനം എന്നത് ശ്രീകൃഷ്ണന്റെ ചക്രായുധത്തിന്റെ പേരാണ്. അതുപോലെ തന്നെ ജരാസന്ധനെ വധിച്ചത് ഭീമനാണ്. ജരാസന്ധനെ വധിച്ചത് ഭീമനാണ്. അതുപോലെ തന്നെ ദേവേന്ദ്രന്റെ ആനയുടെ പേരാണ് എന്ത്? ഐരാവതം കേട്ടോ. ഐരാവതം എന്നതൊക്കെ ദേവേന്ദ്രന്റെ ആനയുടെ പേരാണ്. ഇപ്പൊ ഇതൊക്കെ ഒരു കഥാപാത്രങ്ങളാണ്. ഈ പറഞ്ഞൊക്കെ എല്ലാ കഥാപാത്രങ്ങളാണ് നിങ്ങളുടെ സിലബസിലുള്ളതുമാണ്. അതുപോലെ തന്നെ ഈ ഐരാവതത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ത്? വെളുത്ത നിറമാണ് ഈ ആനയ്ക്ക്. അതോടൊപ്പം തന്നെ 4 കൊമ്പുകളും ഉണ്ട് എന്നതാണ് ഈ ആനയുടെ മറ്റൊരു പ്രത്യേകത അല്ലെ. വെള്ളാന എന്നൊക്കെ പറഞ്ഞാൽ വെളുത്ത നിറത്തിലുള്ള ആനയാണ്, ഒപ്പം 4 കൊമ്പുകളും ഉണ്ട്. അതുപോലെ പാണ്ഡവർ ആരൊക്കെയാണെന്ന് വെച്ചാൽ ആരാണ്? യുധിഷ്ഠിരൻ, ഭീമൻ, അർജുനൻ, നകുലൻ, സഹദേവൻ. ഇവരാണ് ഈ പറഞ്ഞ 5 പാണ്ഡവന്മാരായിട്ട് വരുന്നത്. അതുപോലെ തന്നെ കൗരവരിൽ പ്രധാനികളായിട്ട് വരുന്ന ആരൊക്കെയാണ്? ദുര്യോധനൻ, ദുർമർപ്പണൻ, ദുശാസനൻ, ദുസ്സഹൻ, ദുർമുഖൻ, ദുർധരൻ, ജലസന്ധൻ, ജയൻ, സഹൻ, ചിത്രൻ, സാമ്പൻ, ഉപചിത്രൻ, വിന്ദൻ, ചിത്രാക്ഷൻ, വികർണൻ, ദുശ്ശള എന്നിവരാണ് ഈ പറഞ്ഞ കൗരവരിലെ പ്രധാനികളായിട്ട് വരുന്നത്. അപ്പോൾ പേരുകളൊന്നും നിങ്ങൾ കാണാൻ പഠിക്കേണ്ട. പാണ്ഡവന്റെ പേര് നിങ്ങൾ നന്നായിട്ട് അറിഞ്ഞു വെക്കുക. മറ്റേ നിങ്ങളൊന്ന് വായിച്ചു വിട്ടാൽ മതി. ഓരോ ക്യാരക്ടർ എടുത്തിട്ട് അത് ആരാണ് അങ്ങനെ ചോദിക്കുന്നില്ല. അപ്പോൾ പാണ്ഡവർ അറിയാമെങ്കിൽ പിന്നെ എല്ലാത്തൊരു കൗരവരാണല്ലോ. അപ്പം നിങ്ങൾ ആ രീതിയിൽ അത് നോർമൽ വെക്കുക. അപ്പം നമ്മൾ വനപർവ്വം, വിരാടപർവ്വം എന്ന ഭാഗങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് അതിനകത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റുകളും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. കിർമീരനെ വധിച്ചു തരുന്ന ആരാണ്? ഭീമനാണ് കേട്ടോ. കിർമീരനെ വധിക്കുന്നത് ഭീമനാണ്. അതുപോലെ തന്നെ പ്രതിസ്മൃതി മന്ത്രം ഇത് ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന ആരെന്ന് ആരാണ്? വേദവ്യാസനാണ്. അതുപോലെ തന്നെ അർജുനന് പശുപതാസ്ത്രം നൽകുന്ന ആരെന്ന് ആരാണ്? പരമശിവനാണ് കേട്ടോ. അർജുനന് പശുപതാസ്ത്രം നൽകുന്ന പരമശിവനാണ്. അതുപോലെ അർജുനന് അന്തർധാനം എന്ന അസ്ത്രം നൽകിയത് ആരാന്ന് വെച്ചാൽ കുബേരനാണ്. അർജുനന് അന്തർധാനം എന്ന അസ്ത്രം നൽകുന്നത് കുബേരനാണ്. അതുപോലെ ദേവേന്ദ്രന്റെ തേരാളിയുടെ പേരാണ് എന്ത്? മാതലി. മാതലി എന്ന് ദേവേന്ദ്രന്റെ തേരാളിയുടെ പേരാണ്. അതുപോലെ കാലകേയന്മാരെ വധിക്കുന്നത് ആരാന്ന് ചോദിച്ചാൽ ആരാണ്? അർജുനനാണ്. കാലകേയന്മാരെ വധിക്കുന്നത് അർജുനനാണ്. അതുപോലെ തന്നെ ഇവര് ജീവിച്ചിരുന്നത് ഹിരണ്യപുരം എന്ന ഒരു നഗരിയിലാണ് ഈ പറഞ്ഞ കാലകേയന്മാർ ജീവിച്ചിരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നിഷിദ്ധ രാജാവായ വീരസന്റെ പുത്രനാണ് നളൻ. നിഷിദ്ധ രാജാവായ, അതായത് ഈ പറഞ്ഞ ഈ മഹാഭാരതത്തിൽ നമ്മൾ നേരത്തെ രാമായണം കണ്ടിരുന്നു. രാമായണത്തിനകത്ത് നമ്മൾ ഒരു നളന്റെ കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ആരാ? വിശ്വകർമാവിന്റെ പുത്രൻ. അതുപോലെ രാമസേതു പണിയുന്നതിനുള്ള ഒരു കാര്യങ്ങളെല്ലാം ചെയ്തായിരുന്നു. നളൻ നമ്മൾ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇതിനകത്തൊരു നളനുണ്ട്, തിരിഞ്ഞു പോകരുതെന്ന് പറഞ്ഞു. അപ്പം നളനാണെന്ന് വെച്ചാൽ നിഷിദ്ധ രാജാവായ വീരസന്റെ പുത്രനാണ് നളൻ. ഏതില്? ഈ പറഞ്ഞ മഹാഭാരതത്തിൽ കേട്ടോ. മഹാഭാരതത്തിലാണ്. അതുപോലെ തന്നെ നളന്റെ ഭാര്യയാണ് ആര്? ദമയന്തി. അതും ഈ പറഞ്ഞ മഹാഭാരതത്തിലാണ് കാര്യം നിങ്ങൾ ഓർക്കുക. അതുപോലെ തന്നെ വിദർഭ രാജ്യത്തെ ഭീമരാജാവിന്റെ മകളാണ് ഈ പറഞ്ഞ ദമയന്തി. വിദർഭ രാജ്യത്തെ ഭീമരാജാവിന്റെ മകളാണ് ദമയന്തി. അതുപോലെ തന്നെ ആകാശഗംഗയെ ഭൂമിയിൽ കൊണ്ടുവന്ന ആരാണ്? ഭഗീരഥനാണ് കേട്ടോ. ഭഗീരഥനാണ് ഈ പറഞ്ഞ ആകാശഗംഗയെ ഭൂമിയിൽ കൊണ്ടുവരുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് അറിയേണ്ട കാര്യം പാഞ്ചാലിക്ക് വേണ്ടി കല്യാണ സൗഗന്ധിക പുഷ്പം തേടിപ്പോയത് ഭീമനാണ്. പാഞ്ചാലിക്ക് വേണ്ടി കല്യാണ സൗഗന്ധിക പുഷ്പം തേടിപ്പോയത് ആരെന്ന് വെച്ചാൽ ഭീമനാണ്. അതുപോലെ തന്നെ പാണ്ഡവർ അജ്ഞാതവാസം നടത്തിയത് എവിടെയാണെന്ന് വെച്ചാൽ വിരാട് രാജ്യത്തായിരുന്നു. വിരാട് രാജ്യത്താണ് ഈ പറഞ്ഞ പാണ്ഡവര് അജ്ഞാതവാസം നടത്തിയത്. അതുപോലെ വിരാട് രാജ്യം അറിയപ്പെടുന്ന വേറൊരു പേരാണ് മത്സ്യരാജ്യം. മത്സ്യരാജ്യം എന്നത് വിരാട് രാജ്യം അറിയപ്പെടുന്ന മറ്റൊരു പേരാണെന്നൊരു കാര്യം കൂടെ ഒന്ന് ഓർക്കുക. ഇനി വിരാട് രാജ്യത്തിലെ അജ്ഞാതവാസ കാലത്തെ ഇവരുടെ പാണ്ഡവരുടെ പേരും അവരുടെ തൊഴിലും എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ യുധിഷ്ഠിരന്റെ പേര് കുങ്കൻ എന്നായിരുന്നു. പുള്ളി ഉപദേശകനായിരുന്നു. അതുപോലെ തന്നെ ഭീമന്റെ പേര് വല്ലവൻ എന്നാണ്. പുള്ളി ആരാണ്? പാചകക്കാരനാണ്. അതുപോലെ തന്നെ അർജുനന് ബൃഹനള എന്നതിൻ്റെ പേര് നൃത്ത അധ്യാപിക എന്നൊരു തൊഴിലാണ് ചെയ്തത്. നൃത്ത അധ്യാപിക എന്ന തൊഴിലാണ് ചെയ്തത്. ബൃഹനള എന്നതായിരുന്നു അർജുനന്റെ പേര്. നകുലന്റെ പേര് ഗ്രന്ഥികൻ എന്നാണ്. നകുലന്റെ പേര് ഗ്രന്ഥികൻ. പുള്ളി അശ്വപരിപാലകൻ, കുതിരയെ നോക്കുന്ന ആളായിരുന്നു. അതുപോലെ സഹദേവൻ ആരാന്ന് വെച്ചാൽ തന്ത്രിപാലനാണ്, ഗോസംരക്ഷകൻ. അതുപോലെ തന്നെ കീചകനെ വധിച്ചത് ആരെന്ന് വെച്ചാൽ ഭീമനാണ് കേട്ടോ. കീചകനെ വധിക്കുന്നത് ഭീമനാണ്. അതുപോലെ തന്നെ അജ്ഞാതവാസ കാലത്ത് പാണ്ഡവര് തങ്ങളുടെ ആയുധങ്ങൾ ഒളിപ്പിച്ച എവിടെയാണ്? ശമീവൃക്ഷത്തിന്റെ മുകളിലാണ് കേട്ടോ. ശമീവൃക്ഷത്തിന്റെ മുകളിലാണ് അജ്ഞാതവാസ കാലത്ത് പാണ്ഡവര് ആയുധങ്ങൾ ഒളിപ്പിച്ചത്. ശമീവൃക്ഷത്തിന്റെ മുകളിലാണ്. അപ്പൊ നമുക്ക് ഉദ്യോഗപർവവും ഭീഷ്മപർവവും നോക്കാം. അപ്പം ഉദ്യോഗപർവത്തിലൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം മദ്ര രാജ്യത്തിന്റെ അധിപതിയാണ് ആര്? ശല്യ മഹാരാജാവ്. അപ്പൊ ശല്യർ ആരായിരുന്നു ചോദിച്ചാരാണ്? നകുല സഹദേവന്മാരുടെ അമ്മയായ മാദ്രിയുടെ സഹോദരനാണ് ഈ പറയുന്ന ശല്യര്. അതുപോലെ തന്നെ എന്താ
സത്യാഗിക്കുണ്ടായിരുന്ന മറ്റൊരു പേരാണ് എന്ത്? യുയൂഥാനൻ. യുയൂഥാനൻ എന്നത് ഈ പറഞ്ഞ സത്യാഗിയുടെ മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധത്തിൽ പങ്കെടുത്തത് എന്താണെന്ന് വെച്ചാൽ 18 അക്ഷൗഹിണികളാണ്. 18 അക്ഷൗഹിണി. ഇപ്പൊ അക്ഷൗഹിണിയുടെ കണക്ക് പറയുവാണെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് 21,870 ആനകൾ, അതുപോലെ തന്നെ 21,870 തേരുകൾ, ഇതുപോലെ തന്നെ 65,510 കുതിരകളാണ് ഇവിടെ പങ്കെടുക്കുന്നത്. അതുപോലെ തന്നെ 1,09,350 വരുന്ന കാലാൾപ്പട. ഇതൊക്കെയാണ് ഇതിനകത്ത് പങ്കെടുക്കുന്ന ആ ഒരു അക്ഷൗഹിണിയുടെ കണക്കുകൾ എന്ന് പറയുന്നത്. അതപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. ഇതിനകത്ത് വരുന്ന സ്ലൈഡിൽ ഇതവിടെ മിസ് ചെയ്തതാണ്, ഞാൻ അതും കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് തരാം. അപ്പോൾ ഇതാണ് ഈ പറഞ്ഞ അക്ഷൗഹിണിയുടെ കണക്ക് പറയുന്നത്. അതുപോലെ തന്നെ പാണ്ഡവർക്ക് 7 അക്ഷൗഹിണികളാണ് ഉണ്ടായിരുന്നത്. അതുപോലെ കൗരവർക്ക് 11 അക്ഷൗഹിണികളാണ് ഉണ്ടായിരുന്നത്. ഈ ഒരു സംഖ്യ കണക്കുകളൊന്നും നിങ്ങൾ ബൈഹാർട്ട് ചെയ്യുക കാണാൻ ഒന്നും വേണ്ട, അത് ചോദിക്കൊന്നുമില്ല. അത് ജസ്റ്റ് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു അക്ഷൗഹിണി എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കണം അല്ലെങ്കിൽ എത്രയായിരിക്കും എന്ന് ഇപ്പം ഹിന്ദുമതി അറിയുന്ന നമുക്ക്, അല്ലെങ്കിൽ മഹാഭാരതത്തെ പറ്റിയൊക്കെ നമ്മൾ അറിയുമ്പോൾ അതിൻ്റെ ഒരു കണക്ക് അറിയണമല്ലോ, അല്ലെങ്കിൽ അറിയുന്നത് നല്ലതായിരിക്കും എന്നുള്ളതുകൊണ്ട് മാത്രം ആഡ് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ കാണാൻ പഠിക്കൊന്നും വേണ്ട. അതുപോലെ പാണ്ഡവർക്ക് ഉണ്ടായിരുന്ന 7 അക്ഷൗഹിണി, അതുപോലെ കൗരവർക്ക് 11 അക്ഷൗഹിണികളാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത്. അതുപോലെ ആന, തേര്, കുതിര, കാലാള് എന്നിവയാണ് അക്ഷൗഹിണിയുടെ വിഭാഗങ്ങളായിട്ട് വരുന്നത്. അതുപോലെ തന്നെ പാണ്ഡവപക്ഷത്തെ സർവ്വ സൈന്യാധിപനായിരുന്നു ദൃഷ്ടദ്യുമ്നൻ കേട്ടോ. ദൃഷ്ടദ്യുമ്നൻ എന്നുള്ളത് പാണ്ഡവപക്ഷത്തെ സർവ്വ സൈന്യാധിപനാണ്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു പേരാണ്. അതുപോലെ തന്നെ പാഞ്ചാലി എന്നുള്ള പേരൊക്കെ നമ്മൾ ആ ടൈമിൽ പറഞ്ഞിരുന്നു. അപ്പം ആ സ്ലൈഡ് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കിട്ടുമ്പോൾ നിങ്ങളൊന്ന് നോക്കുക, നിങ്ങളൊന്ന് വായിച്ചു വിടുക. അതുപോലെ തന്നെ വിദർഭരാജാവായ ഭീഷ്മന്റെ പുത്രിയാണ് ആര്? രുക്മിണി. വിദർഭ രാജ്യത്തെ അല്ലെങ്കിൽ വിദർഭ രാജാവായ ഭീഷ്മന്റെ പുത്രിയാണ് ഈ പറഞ്ഞ രുക്മിണി. അതുപോലെ തന്നെ ദ്രോണർ, ഈ ഒരു പേര് നിങ്ങൾ അറിയണ്ട. ഇത് എന്ന് പറഞ്ഞാൽ 11 അക്ഷൗഹിണികളുടെയും സേനാനായകന്മാർ ആണ്. നിങ്ങൾക്കൊരു അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഞാനത് ഗ്രൂപ്പിൽ PDF കിട്ടുമ്പോൾ നിങ്ങൾക്ക് അത് നോക്കാം. അതുപോലെ തന്നെ ഭീഷ്മരായിരുന്നു കൗരവ സൈന്യത്തിന്റെ ആദ്യ സർവ്വ സൈന്യാധിപനായിട്ട് വരുന്നത്. ഭീഷ്മരായിരുന്നു കൗരവ സൈന്യത്തിന്റെ ആദ്യ സർവ്വ സൈന്യാധിപനായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ശകുനിയുടെ പുത്രനാണ് ഉലുക്കൻ കേട്ടോ. ഉലുക്കൻ എന്ന് പറയുന്നത് ശകുനിയുടെ പുത്രനാണ്. നമ്മൾ നേരത്തെ കണ്ട ഒരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ ഗീതോപദേശം ഭീഷ്മപർവ്വതത്തിലെ ഭാഗമാണ്, നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അതുപോലെ തന്നെ ശ്രീകൃഷ്ണനാണ് അർജുനന് ഉപദേശം കൊടുക്കുന്നത്, നമ്മൾ കണ്ട ഒരു ഫാക്റ്റാണ്. അതുപോലെ തന്നെ നരകാസുരന്റെ പുത്രനാണ് ആര്? ഭഗദത്തൻ. ഭഗദത്തൻ എന്നത് നരകാസുരന്റെ പുത്രനാണ് കേട്ടോ. നരകാസുരന്റെ പുത്രനാണ് ഭഗദത്തൻ. പിന്നെ നമുക്ക് ദ്രോണപർവ്വം, കർണപർവ്വം എന്ന് നോക്കാം. അപ്പം കർണന്റെ രഥത്തിലെ കൊടിയിലുള്ള ചിഹ്നമാണ് എന്ത്? ആനച്ചങ്ങല കേട്ടോ. ആനച്ചങ്ങല കർണന്റെ രഥത്തിലെ കൊടിയുടെ ചിഹ്നമാണ്. അതുപോലെ വൃഷസേനൻ ആരാണെന്ന് ചോദിച്ചാൽ കർണന്റെ പുത്രനാണ് വൃഷസേനൻ. അതുപോലെ തന്നെ അഭിമന്യുവിന്റെ സാരഥിയായിരുന്നു സുമന്ത്രൻ കേട്ടോ. സുമന്ത്രനായിരുന്നു ആര്? അഭിമന്യുവിന്റെ സാരഥി. അതുപോലെ അഭിമന്യുവിന്റെ കൊടിയടയാളമാണ് കൊന്ന. വിഷുവിന്റെ കൊന്ന ആണ് എന്ത്? അഭിമന്യുവിന്റെ കൊടിയടയാളം. അതുപോലെ ദുര്യോധനന്റെ പുത്രനായിരുന്നു ലക്ഷ്മണൻ എന്നത് ദുര്യോധനന്റെ പുത്രനായിരുന്നു. അല്ല കുരുക്ഷേത്ര യുദ്ധത്തിന്റെ 13-ാം ദിവസമാണ് എന്ത്? അഭിമന്യു വധിക്കപ്പെടുന്നത്. ചക്രവ്യൂഹം കാര്യങ്ങളിലൂടെയാണ് വധിക്കപ്പെടുന്നത്. നമ്മളത് നോക്കുന്നുണ്ട്. അപ്പോൾ ചക്രവ്യൂഹം നമുക്ക് നോക്കാം. അപ്പൊ കുരുക്ഷേത്ര യുദ്ധം 13-ാം ദിവസത്തിലെ എത്തിയപ്പോൾ എന്താ? ദ്രോണാചാര്യർ ചമച്ച ഒരു വ്യൂഹമാണ് ചക്രവ്യൂഹം. ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? പത്മവ്യൂഹം എന്നത് ഇതറിയപ്പെടുന്ന മറ്റൊരു പേരാണ്. അതുപോലെ തന്നെ അർജുനപുത്രനായ അഭിമന്യു ഈ ചക്രവ്യൂഹത്തിനകത്ത് യുദ്ധം ചെയ്താണ് എന്ത് ചെയ്യുന്നത്? വീരമൃത്യു വരിക്കുന്നതൊക്കെ. അതുപോലെ ദശൗസിനി, അതായത് ദുശാസനന്റെ പുത്രനാണ് ഈ അന്തിമ യുദ്ധത്തിൽ അഭിമന്യുവിനെ വധിച്ചത്. ഓക്കെ, അപ്പം ഇതില് ഈ അഭിമന്യുവിനെ വധിക്കുന്നത് ആരാന്ന് വെച്ചാൽ ആരാണ്? ദൗശാസിനിയാണ് കേട്ടോ. ദൗശാസിനിയാണ്, അതായത് ദുശാസനന്റെ പുത്രനായ ദൗശാസിനിയാണ് ഈ പറയുന്ന അഭിമന്യുവിനെ ഈ 13-ാമത്തെ ദിവസം ചക്രവ്യൂഹത്തിൽ വെച്ചിട്ട് വധിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടെ നിങ്ങൾ ചക്രവ്യൂഹത്തെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ ഓർക്കുക. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്, നിങ്ങൾ ഓർമ്മയിലുണ്ടാവണം. അതോടൊപ്പം തന്നെ നമുക്ക് നോക്കാം, അർജുനന്റെ കൊടിയടയാളം എന്തായിരുന്നു? ആഞ്ജനേയനായിരുന്നു അർജുനന്റെ കൊടിയടയാളം. അതുപോലെ കർണന്റെ വില്ലിന്റെ പേരാണ് വിജയം. വിജയം എന്നത് കർണന്റെ വില്ലിന്റെ പേരാണ്. അതുപോലെ കർണൻ തന്റെ കവചകുണ്ടലങ്ങൾ ദാനമായി നൽകിയത് ആർക്കാണ് എന്ന് ചോദിച്ചാൽ ആർക്കാണ്? ദേവേന്ദ്രനാണ് കേട്ടോ. ദേവേന്ദ്രനാണ് കർണൻ തന്റെ കവചകുണ്ടലങ്ങൾ ദാനമായി നൽകിയത്. എന്നിട്ട് ദാനമായി നൽകിയിട്ട് എന്താ വാങ്ങിയത്? ദേവേന്ദ്രൻ തന്റെ കവചകുണ്ടലങ്ങൾ ദാനം ചെയ്ത ശേഷം കർണൻ ദേവേന്ദ്രനിൽ നിന്നും വാങ്ങിയ വേലാണ് എന്ത്? ഏകപുരുഷ ഖാദിനി അഥവാ വൈജയന്തി എന്നൊക്കെ പറയും. അപ്പം കവചകുണ്ടലങ്ങൾ കർണന്റെ ആയിരുന്നു. കർണൻ ഊരി കൊടുത്തത് ആർക്കാണ്? ദേവേന്ദ്രന് കൊടുത്തു. ദേവേന്ദ്രൻ എന്ത് വാങ്ങിയിട്ട്? വൈജയന്തി അഥവാ ഏകപുരുഷ ഖാദിനി എന്ന ഒരു വേലാണ് വാങ്ങിയത്. അതുപോലെ ഘടോത്കചനെ വധിച്ചത് ഈ പറയുന്ന കർണനാണ്. ഘടോത്കചനെ വധിക്കുന്നതും ഈ പറയുന്ന കർണനാണ് കേട്ടോ. അപ്പം ഈ കർണൻ വധിക്കപ്പെടുന്നതും ഏത് വെച്ചിട്ടാണ്? ഈ പറയുന്ന ഏകപുരുഷ ഖാദിനി അല്ലെങ്കിൽ വൈജയന്തി എന്ന പേര് വെച്ചിട്ടാണ് ഈ പറയുന്ന കർണൻ
ഘടോത്കചനെ വധിക്കുന്നത്. അപ്പോൾ ഏകപുരുഷഘാതിനി എന്ന വേൽ ഉപയോഗിച്ചാണ് കർണൻ ഘടോത്കചനെ വധിക്കുന്നത്. അതുപോലെ തന്നെ പരശുരാമനാണ് വിജയം എന്ന വില്ല് കർണന് സമ്മാനിക്കുന്നത്. അപ്പോൾ വിജയം എന്ന വില്ല് കർണന് സമ്മാനിക്കുന്ന ആരാണ്? ഈ പറഞ്ഞ പരശുരാമനാണ്. അതുപോലെ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനൻ ഉപയോഗിച്ച തേര് അഗ്നിദേവൻ കൊടുത്ത തേരാണ് കേട്ടോ. അഗ്നിദേവൻ കൊടുത്ത തേര് വെച്ചിട്ടാണ് ആര് ചെയ്തത്? അർജുനൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ യുദ്ധം ചെയ്യാനായിട്ട് ഉപയോഗിച്ചതൊക്കെ. അതുപോലെ പരമശിവൻ ത്രിപുരന്മാരെ കൊല്ലാൻ വേണ്ടി നടത്തിയ യുദ്ധത്തിൽ ബ്രഹ്മദേവനാണ് ശ്രീ പരമേശ്വരൻ്റെ തേര് തെളിച്ചത്. അപ്പം ഇതും ഒരു പ്രധാന കാര്യമല്ല, പക്ഷെ അതിന് മുന്നുള്ള ഒരു പോയിന്റ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, അതത്ര നോക്കണമെന്ന് ഞാൻ പറയില്ല. പിന്നെ നമുക്ക് മഹാഭാരതത്തിൻ്റെ അവസാനത്തെ സെഷനായ ശല്യപർവം മുതൽ സ്വർഗാരോഹണ പർവം വരെ എന്നൊരു ഭാഗം കൂടെ നമുക്ക് നോക്കാം. അപ്പം നാഗപ്രമാണിയായ രാക്ഷകന്റെ പുത്രനാണ് അശ്വസേനൻ. അതുപോലെ കുരുക്ഷേത്രത്തിന്റെ 17-ാം നാളിലാണ് കർണൻ അർജുനനാൽ വധിക്കപ്പെട്ടത്. ഓക്കെ, അപ്പൊ കർണൻ വധിക്കപ്പെട്ടത് ആരാൽ, അല്ലെങ്കിൽ ആരാണ് കർണനെ വധിച്ചെന്ന് വെച്ചാൽ ആരാണ്? അർജുനനാണ് കർണനെ വധിക്കുന്നത്. 17-ാം ദിവസമാണ് ഈ പറയുന്ന കർണൻ വധിക്കപ്പെടുന്നത്. അതുപോലെ അർജുനൻ കർണനെ വധിച്ചത് ആഞ്ചീലകം എന്ന അസ്ത്രം ഉപയോഗിച്ചാണ് കേട്ടോ. ആഞ്ചീലകം എന്ന അസ്ത്രം ഉപയോഗിച്ചാണ് ഈ പറയുന്ന അർജുനൻ കർണനെ വധിക്കുന്നത് ഈ ആഞ്ചീലകം എന്ന അസ്ത്രം ഉപയോഗിച്ചിട്ടാണ്. അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ഒരു ഫാക്റ്റാണ് ഉലുകൻ, അത് ശകുനിയുടെ പുത്രനാണ് ഫാക്ട് നമ്മൾ കണ്ടു. അതുപോലെ കുരുക്ഷേത്ര യുദ്ധത്തിലെ ശകുനിയെ വധിച്ചത് ആരാന്ന് ചോദിച്ചാലാണ്? സഹദേവനാണ് കേട്ടോ. കുരുക്ഷേത്ര യുദ്ധത്തിൽ ശകുനിയെ വധിക്കുന്നത് ആരാ? സഹദേവനാണ് വധിക്കുന്നത്. അതുപോലെ തന്നെ കൗരവരുടെ അവസാനത്തെ സർവ്വ സൈന്യാധിപനാണ് അശ്വത്ഥാമാവ് എന്നത് കൗരവരുടെ അവസാനത്തെ സർവ്വ സൈന്യാധിപനായിരുന്നു. ഈ പറയുന്ന അശ്വത്ഥാമാവ് ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് അയച്ച അസ്ത്രത്തിന്റെ പേരാണിത്, ബ്രഹ്മശിരസ്. ഉത്തരയുടെ ഗർഭപാത്രത്തിലേക്ക് അശ്വത്ഥാമാവ് അയച്ച ആ ഒരു അസ്ത്രത്തിന്റെ പേരാണ് ബ്രഹ്മശിരസ്. അതുപോലെ തന്നെ കുരുക്ഷേത്ര യുദ്ധാനന്തരം മഹാരാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് യുധിഷ്ഠിരനാണ് കേട്ടോ. യുധിഷ്ഠിരനാണ് കുരുക്ഷേത്ര യുദ്ധത്തിന്റെ അവസാനം മഹാരാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടതും. അതുപോലെ ദൗമ്യ മഹർഷിയാണ് യുധിഷ്ഠിരനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്നതും. അപ്പം യുധിഷ്ഠിരനെ രാജാവായിട്ട് അഭിഷേകം ചെയ്യുന്ന ദൗമ്യ മഹർഷിയാണ്. അതുപോലെ തന്നെ ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മർ ധർമ്മപുത്രർക്കാണ് ഈ പറയുന്ന ധർമ്മോപദേശം നൽകുന്നത്. ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മര് ധർമ്മോപദേശം നൽകുന്ന ആർക്കെന്ന് ചോദിച്ചാൽ ധർമ്മപുത്രർക്കാണ് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞൊരു ഫാക്റ്റ് ആയിരുന്നു ഈ പറഞ്ഞ യുദ്ധാവസാനം രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെട്ടത് അത് യുധിഷ്ഠിരനാണെന്ന് പറഞ്ഞു. ഈ യുധിഷ്ഠിരനെ ഈ പറഞ്ഞ ഭീഷ്മര് ഉപദേശിക്കുന്നതാണ് വിഷ്ണു സഹസ്രനാമ സ്തോത്രം കേട്ടോ. വിഷ്ണു സഹസ്രനാമ സ്തോത്രമാണ് ഈ പറയുന്ന ഭീഷ്മര് ഉപദേശിക്കുന്നത്. ആർക്കാണ് ഉപദേശിക്കുന്നത് വെച്ചാൽ ആർക്കാണ്? ഈ പറഞ്ഞ യുധിഷ്ഠിരന്. പുള്ളിയാണ് മഹാരാജാവായിട്ട് ചുമതലയേൽക്കുന്നത്. അതിനുശേഷം ശരശയ്യയിൽ കിടന്ന ഭീഷ്മര് മരണപ്പെടുന്നത്, അല്ലെങ്കിൽ മരണത്തെ സ്വയം പുൽകുക എന്ന് പറയും. കാരണം പുള്ളി വിചാരിച്ചാൽ മാത്രമേ പുള്ളിക്ക് മരിക്കാൻ പറ്റൂ എന്നൊരു വരം പുള്ളിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് മരണത്തെ സ്വയം പുൽകുക എന്ന് പറഞ്ഞാണ് കൂടുതൽ ശരി. അങ്ങനെ 59-ാമത്തെ ദിവസമാണ് ഈ പറയുന്ന ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മര് മരണത്തെ സ്വയം പുൽകുന്നത്. അത് 59-ാമത്തെ ദിവസമാണെന്നൊരു കാര്യം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ദേവന്മാരുടെ ഗുരു ആരാന്ന് വെച്ചാൽ ബൃഹസ്പതിയാണ് കേട്ടോ. ബൃഹസ്പതിയാണ് ദേവന്മാരുടെ ഗുരു. അതുപോലെ അസുരന്മാരുടെ ഗുരുവായിട്ട് വരുന്ന ആരാണ്? ശുക്രാചാര്യരാണ് അസുരന്മാരുടെ ഗുരുവായിട്ട് വരുന്നത്. അതോടൊപ്പം ഈ പറഞ്ഞ സ്വർഗാരോഹണത്തിൽ അതിൽ ഭഗവാൻ അമ്പ ഏൽക്കുന്നുണ്ട്. അപ്പം ആ അമ്പ ഏതാരെന്ന് വെച്ചാലാണ് ജര എന്നുള്ള ഒരു വേടൻ കേട്ടോ. ജര എന്നു പേരുള്ള ഒരു വേടനാണ്, മാനാണെന്ന് കരുതിക്കൊണ്ട് ഈ പറയുന്ന ഭഗവാനെ അമ്പ ചെയ്യുന്നത്. അങ്ങനെ ഭഗവാൻ അവിടെ സ്വർഗാരോഹണം പുൽകുകയാണ് ചെയ്യുന്നത്. അപ്പം അതോടെ ഈ പറയുന്ന കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് ലളിതാ സഹസ്രനാമമാണ്. അപ്പം ലളിതാ സഹസ്രനാമം എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ദേവിയുടെ 1000 നാമങ്ങളിലൂടെ ദേവിയെ വർണ്ണിക്കുന്നതാണ്. കേശാദിപാദം അല്ലെ, തല മുതൽ കാല് വരെ, മുടി മുതൽ കാല് വരെ, കാൽപാദം വരെ ഉള്ള ദേവിയുടെ ഭാഗങ്ങളെ വർണ്ണിക്കുന്ന ഒരു നാമമാണ്. അതുപോലെ വശിന്യാദി വാഗ്ദേവതമാരാണ് ഈ പറയുന്ന ലളിതാ സഹസ്രനാമ സ്തോത്രം രചിക്കുന്നത്. അത് 8 ദേവതമാരാണ്. അതുപോലെ ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന ലളിതാദേവി എന്നൊരു രൂപത്തിൽ ദേവി അവതരിക്കുന്നതൊക്കെ തന്നെ. അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലോട്ട് നമുക്കൊന്ന് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദേവിയുടെ 1000 നാമങ്ങൾ ഉൾപ്പെട്ടതാണ് ഈ പറയുന്ന ലളിതാ സഹസ്രനാമ സ്തോത്രം. അതുപോലെ തന്നെ ഈ ഒരു സ്തോത്രം രചിച്ചിരിക്കുന്നത് അനുഷ്ടുപ്പ് എന്ന ഒരു ഛന്ദസ്സിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ വശിന്യാദി വാഗ്ദേവതകളാണ് കേട്ടോ. നിങ്ങൾക്ക് PDF തരുമ്പോൾ കറക്റ്റ് ചെയ്ത് തന്നെ തരാം. അപ്പോൾ വശിന്യാദി വാഗ്ദേവതകളാണ് ഈ പറഞ്ഞ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഋഷി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ശ്രീ ലളിതാ പരമേശ്വരി ദേവിയാണ് ലളിതാ സഹസ്രനാമ സ്തോത്രത്തിൻ്റെ ദേവത എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നത്.
അതുപോലെ തന്നെ ഇത് ദേവിയുടെ എന്താ കേശാദിപാത വർണ്ണന, മുടി മുതൽ കാൽപാദം വരെയുള്ള വർണ്ണനയായിട്ടാണ് രചിച്ചിരിക്കുന്നത്. അതുപോലെ ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടിയിട്ടാണ് ലളിതാദേവി അവതരിക്കുന്നതൊക്കെ തന്നെ. അതുപോലെ ചക്രരാജം എന്നതാണ് ഈ ലളിതാദേവിയുടെ രഥത്തിൻ്റെ പേര്. ചക്രരാജം എന്നാണ് ലളിതാദേവിയുടെ രഥത്തിൻ്റെ പേര്. അതുപോലെ ബ്രഹ്മാണ്ഡ പുരാണത്തിലാണ് ഈ പറഞ്ഞ ലളിതാ സഹസ്രനാമം ഏറ്റവും ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. അതുപോലെ ഹയഗ്രീവ മഹർഷി അഗസ്ത്യമുനിക്ക് ഉപദേശിച്ച് കൊടുക്കുന്നതാണ് ഈ പറഞ്ഞ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഒരു ആഖ്യാനം എന്നൊക്കെ പറയുന്നത്. ലളിതാ സഹസ്രനാമത്തിൻ്റെ ആഖ്യാനമാണ് ഈ പറഞ്ഞ ഹയഗ്രീവ മഹർഷി അഗസ്ത്യമുനിക്ക് ഉപദേശിച്ച് കൊടുക്കുന്നതൊക്കെ തന്നെ. ലളിതാ സഹസ്രനാമം രചിച്ചത് വശിന്യാദി വാഗ്ദേവതകളാണ്, വാഗ്ദേവതകളാണ്. അതുപോലെ തന്നെ ഇവർ ആരൊക്കെയാണെന്ന് വെച്ചാലാണ് വശിനി, കാമേശി, അരുണ, വിമല, ജൈനി, മോദിനി, സർവേശ്വരി, കൗലിനി എന്നിവരാണ് ഈ പറയുന്ന വശിന്യാദി വാഗ്ദേവതകൾ കേട്ടോ. അപ്പം ഇത്രയാണ് നമുക്ക് ലളിതാ സഹസ്രനാമ സ്തോത്രത്തെ പറ്റി പഠിക്കാനുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിലോട്ട് വരുവാണെങ്കിൽ ഇത് ഭീഷ്മന് യുധിഷ്ഠിരന് ഉപദേശിച്ചു കൊടുത്തതാണെന്നൊക്കെ നമ്മൾ നേരത്തെ ഒന്ന് കണ്ടിരുന്നു അല്ലേ. അപ്പം അതുപോലെ തന്നെ നമുക്ക് ഓരോ ഫാക്ട് ബൈ ഫാക്ട് ആയിട്ട് നോക്കാം. അപ്പം ഇത് മഹാഭാരതത്തിലെ അനുശാസന പർവ്വത്തിലാണ് ഇത് പരാമർശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഭീഷ്മന് യുധിഷ്ഠിരന് ഉപദേശിച്ചതാണ് ഈ പറയുന്ന വിഷ്ണു സഹസ്രനാമം. അതുപോലെ തന്നെ മറ്റ് സഹസ്രനാമങ്ങളെപ്പോലെ തന്നെ ഇതും എന്താണ് ഒരു ഗുരു പരമ്പരയുടെ ദാനമാണ്. അത് ജനറലി ഉള്ളൊരു കാര്യങ്ങളാണ്, നിങ്ങൾ പഠിക്കൊന്നും വേണ്ട. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ഒരു വാസസ്ഥാനം ആയിട്ട് കണക്കാക്കുന്നത് വൈകുണ്ഠമാണ്. അത് ഇതിലാണ് പരാമർശമുള്ള വൈകുണ്ഠമാണ്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ പത്നിയുടെ പേര് ലക്ഷ്മി എന്നതാണ്. അതുപോലെ മഹാവിഷ്ണുവിന് നെഞ്ചിലൊരു അടയാളമുണ്ട്, അതിൻ്റെ പേരാണ് ഇത് ശ്രീവത്സം. ശ്രീവത്സം എന്നത് മഹാവിഷ്ണുവിൻ്റെ നെഞ്ചിലുള്ള ഒരു അടയാളത്തിൻ്റെ പേരൊക്കെയാണ്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങൾ മത്സ്യം, കൂർമ്മം, വരാഹം എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പഠിച്ചു. രാമായണം പഠിക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. ശ്രീരാമൻ്റെ അവതാരം പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു. അത് ഇതിലും ഞാൻ ആ സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ടൈം കിട്ടുന്നുണ്ട് നോക്കുക. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ അവതാരങ്ങൾ അല്ലെ 10 അവതാരങ്ങളുണ്ട്, ദശാവതാരം എന്നാണ് പറഞ്ഞത്. അതിലെ അവതാരങ്ങളിലെ പൂർണ്ണാവതാരം എന്നൊക്കെ കണക്കാക്കുന്നത് ഈ പറഞ്ഞ ശ്രീകൃഷ്ണ അവതാരമാണ്. ശ്രീകൃഷ്ണ അവതാരമാണ് അവതാരങ്ങളുടെ പൂർണ്ണാവതാരം എന്നൊക്കെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ശംഖിൻ്റെ പേരാണ് എന്ത് പാഞ്ചജന്യം. പാഞ്ചജന്യം എന്നത് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ശംഖിൻ്റെ പേരാണ്. അതുപോലെ തന്നെ സുദർശന ചക്രമാണ് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ഒരു ചക്രായുധം, നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അങ്ങനെ മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ഗദയുടെ പേരാണ് കൗമോദകി. കൗമോദകി എന്നത് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള ഗദയുടെ പേരാണ്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ കയ്യിലെ താമര പങ്കജമാണ് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുള്ള താമര. അത് ജീവജാലങ്ങളുടെ മനസ്സുകളെ സൂചിപ്പിക്കുന്നത് കേട്ടോ. ജീവജാലങ്ങളുടെ മനസ്സുകളെ ആണ് അത് പ്രതിനിധാനം ചെയ്യുന്നതൊക്കെ. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ രത്നത്തിൻ്റെ പേര്, മഹാവിഷ്ണു അണിയുന്ന രത്നത്തിൻ്റെ പേരാണ് ഇത് കൗസ്തുഭം. കൗസ്തുഭം എന്നത് മഹാവിഷ്ണു അണിയുന്ന രത്നത്തിൻ്റെ പേരാണ്. അതുപോലെ തന്നെ വാളിൻ്റെ പേര്, മഹാവിഷ്ണുവിൻ്റെ വാളിൻ്റെ പേരാണ് നന്ദകം. നന്ദകം എന്നത് മഹാവിഷ്ണുവിൻ്റെ വാളിൻ്റെ പേരാണ്. അതുപോലെ തന്നെ ഈ സുദർശന ചക്രം, നമ്മൾ നേരത്തെ പറഞ്ഞ സുദർശന ചക്രം അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് അദ്ദേഹത്തെ ചക്രപാണി എന്നൊക്കെ വിളിക്കുന്നത്. ചക്രപാണി എന്ന് പറഞ്ഞാൽ ആരാന്ന് വെച്ചാലാണ് ഈ പറഞ്ഞ മഹാവിഷ്ണുവാണ്. കയ്യിൽ സുദർശന ചക്രമുള്ള ഒരു ഭാവമാണ് എന്നൊരു കാര്യം ഓർക്കുക. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ വില്ലിൻ്റെ പേരാണ് എന്ത് ശാർങ്കടം. ശാർങ്കടം എന്നത് മഹാവിഷ്ണുവിൻ്റെ വില്ലിൻ്റെ പേരാണ്. അതുപോലെ മാലയുടെ പേരാണ് വൈജയന്തി. മഹാവിഷ്ണു അണിയുന്ന ആ ഒരു മാലയുടെ പേരാണ് എന്ത് വൈജയന്തി മാല എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ സാരഥിയാണ് ആര് ദാരുകൻ. മഹാവിഷ്ണുവിൻ്റെ സാരഥിയാണ് ദാരുകൻ. അത് നമ്മൾ നേരത്തെ കണ്ടിരുന്നു. അർജുനൻ്റെ സാരഥി ശ്രീകൃഷ്ണൻ. ഇത് മഹാവിഷ്ണുവാണ്. മഹാവിഷ്ണുവിൻ്റെ സാരഥിയായിട്ട് വരുന്ന ആരാണ് ദാരുകനാണ് കേട്ടോ. അതുപോലെ നമ്മൾ നോക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ വാഹനമായ ഗരുഡൻ, അത് ശ്രീദാർശ്യൻ എന്നും അറിയപ്പെടാറുണ്ട്. ശ്രീദാർശ്യൻ എന്നും മഹാവിഷ്ണുവിൻ്റെ ഒരു വാഹനമായ ഗരുഡൻ അറിയപ്പെടാറുണ്ട്. അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ വടിയുടെ പേരാണ് തോത്രവേത്രം. തോത്രവേത്രം എന്നത് മഹാവിഷ്ണുവിൻ്റെ വടിയുടെ പേരാണ്. അതുപോലെ മഹാവിഷ്ണുവിൻ്റെ രഥത്തിൻ്റെ പേരാണ് മഹതി. മഹതി എന്നതാണ് മഹാവിഷ്ണുവിൻ്റെ രഥത്തിൻ്റെ പേര്. അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ചില പ്രത്യേകതയിലോട്ട് വരുമ്പോഴത്തേക്കും അതിന് അല്ലെങ്കിൽ ആ സഹസ്രനാമ ജപത്തിന് ശുദ്ധാശുദ്ധങ്ങളോ സമയങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതായത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം. ഇപ്പം ആർത്തവം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാലങ്ങളിലോ അല്ലെങ്കിൽ ഇപ്പം പുലവാലായ്മ പോലുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സമയത്തൊന്നും ജപിക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ജപിക്കാം എന്നാണ് പറഞ്ഞത്. ശുദ്ധാശുദ്ധങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ തന്നെ വേദവ്യാസ മഹർഷിയാണ് ഈ പറയുന്ന വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഋഷി ആയിട്ട് കണക്കാക്കുന്നത്. വേദവ്യാസ മഹർഷിയാണ് ഈ പറഞ്ഞ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഋഷിയായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ അനുഷ്ടുപ്പാണ് ഈ പറഞ്ഞ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഛന്ദസ്. അനുഷ്ടുപ്പാണ് ഈ വിഷ്ണു സഹസ്രനാമത്തിൻ്റെ ഛന്ദസ്സായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ദേവത ഒക്കെ ആയിട്ട് കണക്കാക്കുന്നത് മഹാവിഷ്ണു തന്നെയാണ്. വിഷ്ണു സഹസ്രനാമം അതിൻ്റെ ദേവത ഏതെന്ന് വെച്ചാൽ മഹാവിഷ്ണു തന്നെയാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് വിഷ്ണു സഹസ്രനാമത്തെ പറ്റി അറിയേണ്ടതുള്ളൂ. ഇനി അടുത്ത നമ്മൾ കേരള ക്ഷേത്ര വാസ്തുശൈലി, കേരളീയ ക്ഷേത്ര വാസ്തുശൈലി എന്നൊരു ഭാഗത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ സിലബസിലെ ഇനി നമ്മൾ എടുക്കാൻ ബാക്കിയുള്ള അവസാനത്തെ ഭാഗം. അപ്പോൾ അത് നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്ക് നോക്കാം.
അപ്പോൾ നമ്മൾ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി എന്നൊരു ഭാഗത്തിലോട്ട് നമ്മൾ വരുമ്പം നമ്മൾ ഏറ്റവും അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ചില ഗ്രന്ഥങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും ആദ്യം പറയേണ്ടത് ഈ പറയുന്ന പൊടിയൂർ ഭാഷ എന്നൊരു ഗ്രന്ഥമാണ്. അതായത് AD 342 ഡേറ്റ് നിങ്ങൾ പഠിക്കേണ്ട. പൂന്തോട്ടത്ത് പൊടിയൂർ വാസുദേവൻ എന്ന ഗ്രന്ഥകാരൻ എഴുതിയൊരു ഗ്രന്ഥത്തിലാണ് ഈ പറയുന്ന ഭൂപരിഗ്രഹം മുതൽ ഉത്സവം വരെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് ഭൂപരിഗ്രഹം എന്ന വേറൊന്നുമില്ല, ക്ഷേത്രം നിർമ്മാണത്തിനായിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന ഒരു ചടങ്ങിനെ പറയുന്ന പേരാണ് ഭൂപരിഗ്രഹമൊക്കെ. അപ്പം ഇതിന് ചടങ്ങുകൾ കാര്യങ്ങൾ ഒക്കെ സവിസ്തരിച്ചിട്ടുള്ള ഉണ്ട്, കുറച്ച് ദിവസങ്ങൾ നീണ്ടിരിക്കുന്ന ചടങ്ങുകളൊക്കെ ഉണ്ട്. അതായത് അവിടെ ജലത്തിൻ്റെ ലഭ്യത അല്ലെങ്കിൽ അങ്ങനെ പല കാര്യങ്ങളും നോക്കും. അപ്പോൾ ഇതിന് ശേഷം അവിടെ ധാന്യം മുളയ്ക്കുക, ഇത് എത്ര വേഗത്തിൽ മുളയ്ക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നുണ്ട്. പക്ഷേ ഇതൊന്നും നമ്മൾ ഇപ്പം വിസ്തരിച്ച് പറയേണ്ടതില്ല, നമ്മൾ പരീക്ഷയ്ക്ക് അത് ആവശ്യമില്ലാത്തതുകൊണ്ട് അത് പറയുന്നില്ല. അല്ലാത്ത കുറേ കാര്യങ്ങളോട്ട് പോവാണ്. അപ്പം മറ്റ് ചില ഗ്രന്ഥങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് വരുന്ന ഒരു പ്രധാന ഗ്രന്ഥമാണ് ചേനാസ് നമ്പൂതിരിപ്പാടിൻ്റെ തന്ത്രസമുച്ചയം. PYക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. ഇതൊക്കെ നമ്മുടെ ഒരു ക്ഷേത്രങ്ങളുടെ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച ആർക്കിടെക്ചറിനൊക്കെ സംബന്ധിച്ചുള്ള ഗ്രന്ഥമാണ്. അതുപോലെ ശങ്കരൻ നമ്പൂതിരിപ്പാടിൻ്റെ ശേഷസമുച്ചയം എന്ന ഗ്രന്ഥം, അതുപോലെ തന്നെ തിരുവല്ലക്കുഴിക്കാട്ടിലത്ത് മഹേശ്വരൻ ഭട്ടതിരിപ്പാടിൻ്റെ കുഴിക്കാട്ട് പച്ച എന്നൊരു ഗ്രന്ഥം. അപ്പോൾ ഇതൊക്കെ ഈ ഒരു ക്ഷേത്ര നിർമ്മാണം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വളരെയധികം പ്രാധാന്യമുള്ള ഗ്രന്ഥങ്ങളാണ്. അതുപോലെ ക്ഷേത്രം എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ക്ഷതാത്തായത് ഇതി എന്നതാണ്. അതായത് ക്ഷതത്തിൽ നിന്നും നമ്മളെ എന്ത് ചെയ്യുന്നു, ത്രാണനം ചെയ്യുന്നതാണ് ക്ഷേത്രം എന്നതാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അപ്പോൾ ക്ഷേത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് ഒരു ഗ്രാമം അല്ലെങ്കിൽ ഒരു പട്ടണത്തിനൊക്കെ നടുക്ക് ആയിട്ടാണ് ഈ ക്ഷേത്രം വരേണ്ടത് എന്നൊക്കെയാണ് ഒരു ഏകദേശം, അതായത് ജനറലി പറയുന്നതെങ്കിലും അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് വെച്ചാൽ ഒരു പോസിറ്റീവ് എനർജി, ഒരു സ്ഥലത്തിൻ്റെ എനർജി അത് അവിടെ തളം കിട്ടി നിർത്തിയിട്ട് അത് എന്തിലേക്ക് കൊടുക്കുക, ഭക്തരിലോട്ട് പ്രവഹിപ്പിക്കുക എന്നതാണ് ഈ ഒരു ക്ഷേത്രം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഒരു നാടിൻ്റെ ഐശ്വര്യത്തിനൊക്കെ പ്രധാന കാരണം ഒരു ക്ഷേത്രമാണ് എന്നൊക്കെ തന്നെയാണ് പറയുന്നത്, വിശ്വസിക്കുന്നത്. അത് തന്നെയാണ് അതിൻ്റെ ഒരു വീക്ഷണവും, ക്ഷേത്രം പണിയുന്നതിൻ്റെ ഒക്കെ കാരണവും ഒരു ഗ്രാമ ഐശ്വര്യം അല്ലെങ്കിൽ ഈ പറയുന്ന നഗരത്തിൻ്റെ ഒക്കെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത്. ഇനി നമ്മൾ ക്ഷേത്രസ്ഥാനം നോക്കുകയാണെങ്കിൽ എല്ലാ ക്ഷേത്രങ്ങളെയും ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ പട്ടണത്തിൻ്റെ മധ്യത്തിൽ പ്രതിഷ്ഠിക്കാം. എന്നാൽ വിഷ്ണുവിനെ ആണെങ്കിൽ പ്രതിഷ്ഠിക്കുന്നതെങ്കിൽ ഗ്രാമത്തിൻ്റെ കിഴക്കും പടിഞ്ഞാറുമായിട്ടാണ് പ്രതിഷ്ഠിക്കുന്നത്. അതുപോലെ ശിവനെ ആണെങ്കിൽ ഈശാന് കോണ്, അതായത് വടക്ക് കിഴക്ക് ഭാഗമാണ് ഈശാന്യ കോൺ എന്ന് പറയുന്നത്. അതുപോലെ ദുർഗയാണെങ്കിൽ വായു കോണിൽ, അതായത് വടക്ക് പടിഞ്ഞാറ് കോണാണ്. അതുപോലെ തന്നെ സുബ്രഹ്മണ്യനാണെങ്കിൽ വടക്ക് ഭാഗത്തായിട്ടാണ്. അതുപോലെ അയ്യപ്പനാണെങ്കിൽ അയ്യപ്പൻ, ഗണപതി എന്നിവരൊക്കെ ആണെങ്കിൽ കന്നിമൂല എന്നൊരു ഭാഗമാണ്. നിര്യാതി കോൺ അല്ലെങ്കിൽ കന്നിമൂല അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് എന്നൊക്കെ പറയും. അപ്പോൾ ഇവിടെയാണ് അയ്യപ്പൻ അല്ലെങ്കിൽ ഗണപതിയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ക്ഷേത്രങ്ങൾ പണി കഴിപ്പിക്കേണ്ടതെന്നാണ് പറഞ്ഞത്. അതുപോലെ ക്ഷേത്ര നിർമ്മാണത്തിനായിട്ട് ഭൂമി ഏറ്റെടുക്കുന്ന ഒരു പ്രക്രിയയാണ് ഭൂപരിഗ്രഹം. നമ്മൾ നേരത്തെ പറഞ്ഞു ഭൂപരിഗ്രഹം നമ്മൾ കണ്ടു. അപ്പം ആ ഭൂമി ഏറ്റെടുക്കുന്ന പ്രക്രിയയാണ് ഈ പറഞ്ഞ ഭൂപരിഗ്രഹം എന്ന് പറയുന്നത്. അതുപോലെ പ്രതിഷ്ഠയുടെ പ്രധാന ഭാഗങ്ങൾ, ഈ ഒരു പ്രതിഷ്ഠയിലെ വിഗ്രഹങ്ങളുടെ പ്രധാന ഭാഗങ്ങളുടെ ആധാരശിലയാണ് ഏറ്റവും താഴെ. അതിന് മുകളിൽ നിധികുംഭം വരും, പിന്നെ അതിന് മുകളിൽ പത്മം, അതിന് മുകളിൽ കൂർമ്മം, പിന്നെ യോഗനാളം, പിന്നെ നപുംസകശില. അതിന് മുകളിൽ, യോഗനാളത്തിന് മുകളിലാണ് ഈ പറഞ്ഞ നപുംസകശില. അതുപോലെ അതിന് മുകളിൽ ബിംബം പ്രതിഷ്ഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഏറ്റവും താഴെ വരുന്നത്. പിന്നെ അടുത്ത ഇത് വരും. അപ്പോൾ അങ്ങനെ ആ ഒരു ഓർഡറിലാണ് ഇത് കൊടുത്തിരിക്കുന്നത്. നപുംസകശില കഴിഞ്ഞാൽ അതിന് മുകളിൽ ബിംബം ആയിരിക്കും പ്രതിഷ്ഠിക്കുന്നത് കേട്ടോ. നമുക്ക് ഇന്ത്യയിൽ കണ്ടുവരുന്ന പ്രധാന ക്ഷേത്രശൈലി അതൊക്കെയാണ് നോക്കി. അതൊക്കെയാണ് ഈ പറഞ്ഞ നാഗരം, ദ്രാവിഡം, അതുപോലെ വേസരം എന്നിവയാണ് പ്രധാന ശൈലി. പക്ഷെ നമ്മൾ കേരളത്തിലോട്ട് വരുമ്പോൾ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചില ഒരു ശൈലിയാണ് വരുന്നത്. അതറിയപ്പെടുന്നത് കേരള ദ്രാവിഡ വാസ്തുശൈലിയാണ്. ഇതൊരു PYക്ക് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. കേരള ദ്രാവിഡ വാസ്തുശൈലിയാണ് നമ്മുടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ സാധാരണയായിട്ടുള്ള ഒരു വാസ്തുവിദ്യ ശൈലി ആയിട്ട് കണക്കാക്കുന്നത്. അതുപോലെ ക്ഷേത്രത്തിൻ്റെ രൂപകൽപ്പനയിലോട്ട് വരുമ്പോഴത്തേക്കും പഞ്ചപ്രകാര രീതിയിലാണിത് രൂപകൽപ്പന ചെയ്യുന്നതൊക്കെ. ഇപ്പോൾ പ്രകാരം എന്നാൽ എന്താ, അതിര് എന്നൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം വരുന്നത്. എന്ന വാക്കിന് അതിര് എന്നാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതുപോലെ പഞ്ചപ്രകാരങ്ങൾ ഏതൊക്കെയാണ് അകത്തെ ബലിവട്ടം, അതായത് ഏറ്റവും അകത്തെ ഒരു ഭാഗമാണ് അന്തർമണ്ഡലം എന്നൊക്കെ തന്നെ പറയും. അതിൻ്റെ ചുറ്റുമുള്ളത് എന്നാണ് അന്തഹാര അല്ലെങ്കിൽ ചുറ്റമ്പലം, നാലമ്പലം എന്നൊക്കെ പറയും. അതുപോലെ തന്നെ മധ്യഹാര, വിളക്കുമാടം എന്ന് പറഞ്ഞ ഭാഗമാണ് മധ്യഹാര. അതുപോലെ ബാഹ്യഹാര എന്ന് പറയുന്നത് പുറത്തെ ബലിവട്ടമാണ്, ശിവബലിപുര എന്നൊക്കെ നമുക്ക് കണക്കാക്കാം. അതുപോലെ തന്നെ ഈ പുറമതിലാണ് മര്യാദ എന്ന് പറയുന്നത് പുറമതിലാണ്. ഇങ്ങനെ 5 ഈ പറയുന്ന ഒരു അതിരുകളാണ് ഒരു ക്ഷേത്രത്തിന് നമ്മുടെ വാസ്തുശൈലി പ്രകാരം ഉള്ളത്. അപ്പോൾ ഇപ്പം നമ്മൾ പഞ്ചപ്രകാരങ്ങൾ കണ്ടു. ഇനി നമ്മൾ പ്രാസാദങ്ങൾ ഏതൊക്കെയാണ് നോക്കാം. പഞ്ചപ്രാസാദങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണെന്ന് നോക്കിയാൽ കേരള ശൈലിയിൽ വരുമ്പോൾ ശ്രീകോവിൽ, അതിനുശേഷം നമസ്കാര മണ്ഡപം, തിടപ്പള്ളി, ബലിക്കൽപുര,
കൂത്തമ്പലമാണ് എന്നിങ്ങനെയാണ് ഈ പറഞ്ഞ 5 നിർമ്മിതികളെയാണ് ഈ പറഞ്ഞ പഞ്ചപ്രാസാദങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിൽ കാണപ്പെടുന്ന വിവിധ ആകൃതികളാണ് ഈ പറയുന്നത്. വൃത്തപ്രാസാദം, ദീർഘചതുര പ്രാസാദം, അതുപോലെ ഗജപൃഷ്ഠ പ്രാസാദം, ദീർഘവൃത്ത പ്രാസാദം, അതുപോലെ സമചതുര പ്രാസാദം എന്നിങ്ങനെയുള്ള 5 ശ്രീകോവിലിൻ്റെ ആകൃതികളാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്നത്, നമ്മുടെ കേരളീയ ക്ഷേത്ര വാസ്തുശൈലി പ്രകാരം കണ്ടുവരുന്നത്. അതുപോലെ സപ്തമാതാക്കളെ നോക്കിയാൽ ബ്രാഹ്മണി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, വാരാഹി, ഇന്ദ്രാണി, ചാമുണ്ട എന്നിവരാണ് സപ്തമാതാക്കളായിട്ട് കണക്കാക്കുന്നത്. അപ്പം അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് നിർമാല്യധാരി എന്നൊക്കെ പറയുന്നത്. അപ്പം നിർമാല്യധാരി എന്ന് പറഞ്ഞാൽ അകത്തെ ബലിവട്ടത്തുള്ള ദേവന്റെ കാവൽക്കാരാണ് നിർമാല്യധാരി എന്നൊക്കെ പറഞ്ഞത്. അപ്പം നിർമാല്യധാരികൾ ഈ താഴെ കൊടുത്തിരിക്കുന്നവരാണ്, പ്രാധാന്യമുള്ളതല്ല, പരീക്ഷയ്ക്ക് പ്രാധാന്യമുള്ളതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൗതുകം ഉണ്ടെങ്കിൽ വായിച്ചു നോക്കാം, PDF അത് ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. അപ്പം നമുക്ക് ക്ഷേത്രത്തിൻ്റെ മറ്റു കാര്യങ്ങൾ നോക്കിയാൽ ക്ഷേത്ര പുരുഷന്റെ ഹൃദയഭാഗമായി കണക്കാക്കപ്പെടുന്നതാണ് സ്ഥാനമാണ് എന്ത്, നമസ്കാര മണ്ഡപം കേട്ടോ. നമസ്കാര മണ്ഡപം എന്ന് പറഞ്ഞാൽ ക്ഷേത്ര പുരുഷന്റെ ഒരു ഹൃദയഭാഗമായി കണക്കാക്കുന്നതാണ്. അതുപോലെ തന്നെ ശിരസ്സായിട്ട്, ക്ഷേത്ര പുരുഷന്റെ ശിരസ്സായിട്ട് കണക്കാക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ ശ്രീകോവിലാണ് കേട്ടോ. ശ്രീകോവിലാണ് ക്ഷേത്ര പുരുഷന്റെ ശിരസ്സായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ ഗോപുരം ക്ഷേത്രപുരുഷന്റെ പാദമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നത്, ഇതൊരു PYQ ആണ്. ക്ഷേത്രപുരുഷന്റെ പാദമായിട്ട് സങ്കല്പിച്ചിരിക്കുന്നതാണ് ഗോപുരം എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ ദേവന് നിവേദ്യം പാകപ്പെടുത്താനുള്ള സ്ഥലമാണ് ഇത് തിടപ്പള്ളി. തിടപ്പള്ളി എന്ന് പറഞ്ഞാൽ ദേവന് നിവേദ്യം പാകപ്പെടുത്താനുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ഇത് സാധാരണയായിട്ട് തെക്ക് കിഴക്ക് അഗ്നിപഥത്തിലാണ് നിർമ്മിക്കുന്നത്. അതുപോലെ തന്നെ മുളയറ എന്നത് ഈ പറഞ്ഞ ഈ ചുറ്റമ്പലത്തിൻ്റെ ഒരു വടക്ക് കിഴക്കേ കോണിലായിട്ടുള്ള ഒരു മുറിയാണ് കേട്ടോ, മുളയറ എന്ന് പറയുന്നത്. അപ്പോൾ ഉത്സവത്തോടനുബന്ധിച്ച് ധാന്യങ്ങളൊക്കെ വിരിക്കുകയോ കിളർപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ ഒരു സ്ഥലത്തായിട്ടാണ്. അതുപോലെ തന്നെ വലിയമ്പലത്തോട് ചേർന്ന് വലിയ ബലിക്കല്ലിനെ സംരക്ഷിക്കുന്ന രീതിയിൽ പണിയുന്ന ഒരു പുരയാണ് എന്ത്, അഗ്രമണ്ഡപം എന്ന് വിളിക്കുന്ന ബലിക്കൽ പുര കേട്ടോ. അപ്പം വലിയമ്പലത്തോട് ചേർന്ന് ഈ പറഞ്ഞ വലിയ ബലിക്കല്ലിനെ സംരക്ഷിക്കുന്ന രീതിയിൽ പണിയുന്ന പുരയാണ് അഗ്രമണ്ഡപം എന്നുമൊക്കെ വിളിക്കപ്പെടുന്ന ബലിക്കൽ പുര എന്ന് പറയുന്നത്. അപ്പം നമുക്ക് വലിയ ബലിക്കലിൻ്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് ഏതാണ്ട് ഒരു ശ്രീപീഠം, അതായത് ദേവതാപീഠത്തിൻ്റെ ഒക്കെ ഒരു ഉയരമാണ് ഈ പറയുന്ന ബലിക്കല്ലിനുള്ളത്. അപ്പോൾ അതുകൂടാതെ തന്നെ ഈ ശ്രീകോവിലിൻ്റെ അധിഷ്ഠാനം മുതൽ ദേവന്റെ പാദം വരെയുള്ള അവയവങ്ങൾ ചേർത്ത് രൂപപ്പെടുത്തിയതാണ് ഈ ഒരു ബലിക്കൽ, അല്ലെങ്കിൽ ആ ഒരു ഭാഗങ്ങളൊക്കെ ചേർത്ത് തന്നെ നിർമ്മിച്ചതാണ് ഈ പറയുന്ന വലിയ ബലിക്കൽ അല്ലെങ്കിൽ ബലിക്കൽ എന്നൊക്കെ പറയുന്നത് കേട്ടോ. അപ്പം ഇനി ക്ഷേത്രത്തെപ്പറ്റി സംബന്ധിച്ച് പറയുമ്പോൾ തന്നെ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ക്ഷേത്രത്തിൻ്റെ കൊടിമരം, ധ്വജം എന്നൊക്കെ പറയും. ധ്വജപ്രതിഷ്ഠ എന്നൊക്കെ കേട്ടില്ല എന്ന് പറഞ്ഞാൽ ധ്വജം എന്നൊക്കെ പറയും. അതായത് ഈ കൊടിമരത്തെ നട്ടല് ആയിട്ടാണ് കണക്കാക്കുന്നതൊക്കെ. അപ്പോൾ ഇതിനകത്തൂടെ ഈ ഉത്സവം നടക്കുന്ന സമയത്ത് കൊടി ഏറ്റുമ്പോൾ അത് ഈ ഒരു സമാധി അവസ്ഥയിലുള്ള ദേവനെ ഒരു എന്താ പറഞ്ഞേ സുഷുപ്ന നാഡിയിലൂടെ ആ ഒരു ഊർജം പ്രവഹിച്ച് ഏറ്റവും മുകളിൽ സഹസ്രാരപത്മം, അത് നമ്മുടെ ഏറ്റവും മുകളിലുള്ള ഒരു ഇതാണ്, ഒരു ചക്രമാണ്. അപ്പോൾ ആ ചക്രത്തിലേക്ക് ഊർജ്ജം എത്തുന്ന ഒരു രീതിയിലാണ്, അല്ലെങ്കിൽ അതിലൂടെ ഊർജ്ജം പ്രവഹിക്കുന്ന ഒരു രീതിയിലാണ് ഈ പറയുന്ന കൊടിയേറ്റ് എന്നുള്ള സങ്കല്പമൊക്കെ വരുന്നത്. അപ്പോൾ നമുക്കത് ഓരോന്ന് നോക്കാം. അപ്പോൾ താന്ത്രികമായിട്ട് എന്താ, കുണ്ടലിനി ശക്തിയെ സൂചിപ്പിക്കുന്നതാണ് ഈ ക്ഷേത്രാവയവമാണ് നമ്മൾ ഈ പറയുന്ന കൊടിമരം അല്ലെങ്കിൽ ധ്വജം എന്നൊക്കെ പറഞ്ഞത്. അപ്പം ഇത് ഭഗവാന്റെ അല്ലെങ്കിൽ ദേവന്റെ നട്ടലായിട്ടാണ് കണക്കാക്കുന്നത്. കൊടിമരത്തെ ദേവന്റെ നട്ടലായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ധ്വജത്തിന്റെ മുകളിലെ വാഹനത്തെ സഹസ്രാരപത്മമായിട്ടാണ് കരുതുന്നത്. അപ്പം ധ്വജത്തിന്റെ ഏറ്റവും മുകളിൽ ഒരു വാഹനം ഉണ്ടാവും. അതിപ്പം വിഷ്ണു ആണെങ്കിൽ ഗരുഡനും, അതുപോലെ തന്നെ ഭഗവാനാണെങ്കിൽ അത് മഹാദേവൻ ഒക്കെ ആണെങ്കിൽ കാളയും ഒക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ശിവന് കാളയും, വിഷ്ണുവിന് ഗരുഡനും, അതുപോലെ ഗണപതിക്ക് മൂഷികനും ഒക്കെയാണ്. അതുപോലെ ശാസ്താവിന് കുതിര, സുബ്രഹ്മണ്യന് മയില്, അതുപോലെ കോഴി, അതുപോലെ ഭഗവതി ആണെങ്കിൽ സിംഹം. ഇതൊക്കെയാണ് അങ്ങനെ സ്ഥാപിക്കാറുള്ളത്. അതുപോലെ തന്നെ ഈ ഉത്സവ സമയത്ത് കൊടിയേറുന്ന ഒരു സമ്പ്രദായം സൂചിപ്പിക്കുന്ന സമാധി അവസ്ഥയിൽ നിന്നും സുഷുമ്ന നാഡിയിലൂടെ കുണ്ടലിനി ശക്തിയുടെ മേലോട്ടുള്ളൊരു പ്രയാണത്തെയാണ് ഈ ഒരു കൊടിയേറ്റ് എന്നൊരു കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്കൊരു കൊടിമര അല്ലെങ്കിൽ ധ്വജം, അതിനെപ്പറ്റി നമുക്ക് അറിയേണ്ടത്. അപ്പം നമുക്ക് കൂത്തമ്പലത്തിലോട്ട് പോവാം. അപ്പം ദേവന്റെ ഒരു വലത് ഭാഗത്ത് മുൻപിലായിട്ട് കൂത്തമ്പലത്തിൻ്റെ സ്ഥാനം. ഇപ്പം ഞാൻ കൂത്തമ്പലം കണ്ടിട്ടുള്ള കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ്. അപ്പോൾ അവിടെ കൂത്തമ്പലം ഈ പറഞ്ഞ പോലെയാണ് ഉള്ളത്. ഞാൻ വേറെ ഒന്നും കൂത്തമ്പലം അങ്ങനെ കണ്ടിട്ടില്ല. ഞാൻ അമ്പലപ്പുഴയിൽ കണ്ടിട്ടുള്ള എനിക്കത് ഓർമ്മയില്ല. അപ്പം സ്ഥാനവും ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ. ദേവന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ വലതുവശത്ത് കുറച്ച് മുൻപിലായിട്ടാണ് ഈ ഒരു കൂത്തമ്പലത്തിന്റെ സ്ഥാനം. അപ്പോൾ കൂത്തമ്പലം എന്ന് വെച്ചാൽ ക്ഷേത്രകലകളൊക്കെ പ്രദർശിപ്പിക്കുക എന്നതാണ്. ഇപ്പോൾ കഥകളി, ചാക്യാർകൂത്ത്, അങ്ങനെ പല കലകളുണ്ടാവും. അപ്പോൾ അതെല്ലാം പ്രദർശിപ്പിക്കുക എന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും വലിയ കൂത്തമ്പലം ഉള്ളതെന്ന് വെച്ചാൽ തൃശ്ശൂർ വടക്കുന്നാഥ ക്ഷേത്രത്തിലാണ് ഏറ്റവും വലിയ കൂത്തമ്പലം ഉള്ളത്. നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ ക്ഷേത്രകലകളായ ചാക്യാർകൂത്ത്, കൂടിയാട്ടം, ഓട്ടംതുള്ളൽ, മോഹിനിയാട്ടം, കൃഷ്ണയാട്ടം, കഥകളി, പാഠകം
ഇതൊക്കെ അവതരിപ്പിക്കുന്ന സ്ഥലമാണ് ഈ പറയുന്ന കൂത്തമ്പലം എന്ന സ്ഥലം. അതുപോലെ ഏറ്റവും വലിയ കൂത്തമ്പലമുള്ള ക്ഷേത്രം ഏതെന്ന് വെച്ചാൽ വടക്കുംനാഥ ക്ഷേത്രമാണ് കേട്ടോ. വടക്കുംനാഥ ക്ഷേത്രമാണ് ദക്ഷിണ കൈലാസം എന്നൊക്കെ അറിയപ്പെടുന്ന ഒരു ക്ഷേത്രം ആണ് ഈ പറഞ്ഞ വടക്കുംനാഥ ക്ഷേത്രം. അതുപോലെ ദേവബിംബങ്ങളെ പറ്റിയൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. ബിംബങ്ങളിൽ ചൈതന്യം നൽകുമ്പോഴാണ് ആ ഒരു ദേവബിംബം എന്നത് എന്തായി മാറുന്നു, വിഗ്രഹം ആയി മാറുന്നത് തന്നെ. അപ്പോൾ വിഗ്രഹങ്ങൾ പ്രാഥമികമായിട്ട് രണ്ട് വിധത്തിലുണ്ട്. അതൊക്കെയെന്ന് വെച്ചാൽ സ്വയംഭൂ വിഗ്രഹവും അതുപോലെ തന്നെ പ്രതിഷ്ഠാ വിഗ്രഹം. ഇപ്പോൾ ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രം സ്വയംഭൂവാണ്. അപ്പം സ്വയംഭൂ വിഗ്രഹം എന്ന് പറഞ്ഞാൽ സ്വയം പ്രതിഷ്ഠ ആവുന്ന അല്ലെങ്കിൽ അങ്ങനെ വിഗ്രഹങ്ങളാണ്. അതുപോലെ തന്നെ പ്രതിഷ്ഠാ വിഗ്രഹം എന്ന് വെച്ചാൽ നമ്മൾ പ്രതിഷ്ഠിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ആ ഒരു സങ്കല്പത്തോടെ പ്രതിഷ്ഠിച്ച് ആ ഭഗവാന്റെ ചൈതന്യത്തെ ആവഹിച്ച് അതിൽ കൊടുക്കുമ്പോഴാണ് അത് പ്രതിഷ്ഠാ വിഗ്രഹം എന്ന് പറയുന്നത്. സ്വയംഭൂ എന്ന് പറയുമ്പോഴത്തേക്ക് അത് സ്വയമേ ആ ഒരു ചൈതന്യ രൂപത്തിലേക്ക് മാറുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഒരു നിർമ്മാണ വസ്തുവിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ നമുക്കത് പല രീതി തിരിക്കാം. ഇപ്പൊ ശിലാവിഗ്രഹം, അതുപോലെ പഞ്ചലോഹ വിഗ്രഹം, ദാരു വിഗ്രഹം, അതായത് ചില തടികൾ ഒക്കെ കൊണ്ട് ആണ് ദാരു വിഗ്രഹങ്ങൾ ഉണ്ടാക്കുക. അപ്പൊ അങ്ങനെ തടികൾ കൊണ്ട് ഉണ്ടാക്കുന്ന വിഗ്രഹം അഭിഷേകം പാടില്ല എന്നൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ കടൂർ ശർക്കര യോഗം, ഇപ്പം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം തിരുവനന്തപുരത്തെ, അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അതുപോലെ തന്നെ ഒരു ക്ഷേത്രമാണ് എവിടെ ഉള്ളത്, കാസർഗോഡ് ജില്ലയിലെ അനന്ത പത്മനാഭസ്വാമി ക്ഷേത്രത്തിലുള്ളതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ കടൂർ ശർക്കര യോഗമാണ്. അതുപോലെ കുമ്മായക്കൂട്ട് വിഗ്രഹങ്ങൾ, പിന്നെ മൺവിഗ്രഹങ്ങൾ. അപ്പം ഇങ്ങനെയൊക്കെ പല രീതിയിലാണ് ഈ പറയുന്ന വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതൊക്കെ. അപ്പൊ ഇതിലെ ഏറ്റവും ആദ്യത്തെ പോയിന്റ് അതവിടെ കിടന്നോട്ടെ, അത് നമുക്ക് ഏറ്റവും അവസാനം നമുക്ക് നോക്കാം, അതവിടെ കിടക്കട്ടെ. അപ്പൊ ബാക്കി നമുക്ക് നോക്കാം. അപ്പൊ ശിലകളെ മൂന്നായിട്ട് നമുക്ക് തരംതിരിക്കാം. അതായത് പുരുഷശില, സ്ത്രീശില, നപുംസകശില എന്നിങ്ങനെ മൂന്നായിട്ട് നമുക്ക് ശിലകളെ തരംതിരിക്കാം. ഇപ്പം ശബ്ദമൊക്കെ കേൾക്കുന്ന, നല്ല രീതിയിൽ ശബ്ദം കേൾക്കുന്ന അതുപോലെ ഉള്ള ശിലയാണ് പുരുഷശില എന്നൊക്കെ പറയുന്നത്. പക്ഷെ നമുക്ക് അത്ര സ്പെസിഫിക്കേഷനിലോട്ട് പോകണ്ട. അതുപോലെ തന്നെ ദേവതാ വിഗ്രഹം പുരുഷശിലയാണെങ്കിൽ പീഠം സ്ത്രീശിലയായിരിക്കും. അതുപോലെ ദേവതാ വിഗ്രഹം സ്ത്രീശിലയാണെങ്കിൽ ഇത് പീഠം പുരുഷശിലയായിരിക്കും എന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നേരത്തെ ഒരു ചോദ്യം നമുക്ക് PYQ ഒരു ചോദ്യം വന്നിരുന്നത്, ഇപ്പം ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കുന്ന ശിലകൾ ഏത് തരമാണ് എന്ന് ചോദിച്ചിട്ട് അതിന് 3 ഓപ്ഷൻ ഉണ്ട്, 4 ഓപ്ഷൻ വന്നു. പുരുഷശില, സ്ത്രീശില, നപുംസകശില, മൃദുശില. അപ്പം ഇതിനകത്ത് അവർ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഈ പറഞ്ഞ നപുംസകശിലയാണ് കേട്ടോ. നപുംസകശിലയാണ് അവർ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ നമ്മൾ ഇവിടെ കാണുന്നത് ദേവതാ വിഗ്രഹം പുരുഷശിലയാണെങ്കിൽ പീഠം സ്ത്രീശിലയായിരിക്കും എന്നും അല്ല സ്ത്രീശിലയാണെങ്കിൽ പുരുഷപീഠമായിരിക്കും എന്നതാണ്. അപ്പൊ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പോൾ ഓപ്ഷനിൽ ഇങ്ങനെയാണ് വരുന്നെങ്കിൽ, ഓപ്ഷനിൽ ഇത്രയും ഓപ്ഷൻ ഉണ്ട്, പുരുഷശില, അതുപോലെ സ്ത്രീശില, നപുംസകശില, മൃദുശില ഇങ്ങനെ തരുവാണെങ്കിൽ അത് മാത്രം അതിനകത്ത് നപുംസകശില എന്നതാണ് അതിനകത്ത് ഓപ്ഷൻ വരിക കേട്ടോ. കാരണം PYQ അങ്ങനെ വന്നിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ അതിനകത്ത് സ്ത്രീശിലയും പുരുഷശിലയും ഓപ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ യഥാർത്ഥത്തിൽ നോക്കിയാൽ ദേവതാ വിഗ്രഹം പുരുഷശിലയാണെങ്കിൽ പീഠം സ്ത്രീശിലയായിരിക്കും. അതുപോലെ സ്ത്രീശിലയാണ് ദേവതാ വിഗ്രഹം എങ്കിൽ ആ ഒരു പീഠം വരുന്നത് ഏതായിരിക്കും, സ്ത്രീശിലയാണെങ്കിൽ പുരുഷശിലയായിരിക്കും ആ ഒരു പീഠം വരുന്നത് എന്നൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ ക്ഷേത്ര വിഗ്രഹങ്ങളെ 3ആയിട്ട് തരംതിരിക്കുന്നുണ്ട്, അചലം, ചലം, ചലാചലം എന്നത്. അപ്പം ക്ഷേത്രങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠയുള്ള മൂലവിഗ്രഹങ്ങൾക്കാണ് അചല ബിംബങ്ങൾ എന്നൊക്കെ പറയുന്നത്. അതുപോലെ എടുത്തു മാറ്റാവുന്ന ലോഹബിംബങ്ങൾക്കാണ് ചലം എന്ന് പറയുന്നത്. അപ്പം പ്രതിഷ്ഠാ വിഗ്രഹം തന്നെ അർച്ചനയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അതിനെ ചലാചലം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു കാര്യം കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പലതരം വിഗ്രഹങ്ങളുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മൾ പഞ്ചലോക വിഗ്രഹം, അതുപോലെ എന്താ പറയുക ദാരു വിഗ്രഹം, ഇങ്ങനെയൊക്കെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ അതെന്താണ് നമുക്ക് നോക്കാം. ഇപ്പം പഞ്ചലോഹ വിഗ്രഹം എന്ന് പറയുമ്പോൾ 4 ഭാഗം വെള്ളിയും 1 ഭാഗം സ്വർണവും 8 ഭാഗം ചെമ്പും 8 ഭാഗം പിച്ചളയും അല്പം ഇരുമ്പും ചേർത്ത് ഉരുക്കി ഉണ്ടാക്കുന്ന ഒരു ലോഹസങ്കരം അല്ലെങ്കിൽ ആ ലോഹസങ്കരങ്ങളുള്ള വിഗ്രഹങ്ങളാണ് ഈ പറഞ്ഞ പഞ്ചലോഹ വിഗ്രഹം എന്നൊക്കെ പറയുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലെ ആ ഒരു ശിവവിഗ്രഹം അതാണ് കേരളത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ അറിയപ്പെടുന്നതിൽ ഏറ്റവും വലിയ ഒരു പഞ്ചലോഹ വിഗ്രഹമായിട്ട് കണക്കാക്കുന്നത്. അതുപോലെ ഏറ്റവും ചെറുത് എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്തിനടുത്തുള്ള പട്ടത്തുമോഗർ വിനായക ക്ഷേത്രത്തിലെ ഒരു 2 അങ്കുലം മാത്രം ഉയരമുള്ള 10 കൈകളോട് കൂടിയ ഒരു ഗണപതി വിഗ്രഹമാണ് അറിയപ്പെടുന്നതിൽ ഏറ്റവും ചെറിയ ഒരു പഞ്ചലോഹ വിഗ്രഹമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഇത് നമുക്ക് ദാരു വിഗ്രഹത്തിലോട്ട് വരുമ്പോഴത്തേക്കും എന്താ നമ്മൾ നേരത്തെ പറഞ്ഞ തടി കൊണ്ട് നിർമ്മിക്കുന്ന വിഗ്രഹങ്ങളാണ് ഈ പറഞ്ഞ ദാരു വിഗ്രഹങ്ങൾ. അതുപോലെ തന്നെ ഈ ഒരു വിഗ്രഹം തടി കൊണ്ടൊക്കെ നിർമ്മിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പാടില്ല, അഭിഷേകം ചെയ്യാൻ പാടില്ല എന്നും അതിനുണ്ട്. അതോടൊപ്പം തന്നെ ഏതൊക്കെ തടികളാണ് ഉപയോഗിക്കുന്നത് വെച്ചാൽ ചരളം, അതുപോലെ തിരുകം, പനച്ചി എന്നൊക്കെ പറയും, വരിക്കപ്ലാവ്, തേക്ക്, ദേവദാരം എന്നിങ്ങനെ 5 ഇനം തടികളാണ് ഈ വിഗ്രഹം നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ. അതുപോലെ തന്നെ ഈ ദാരു വിഗ്രഹം പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങൾ നടത്തുന്ന വഴിപാടാണ് ചാന്താട്ടം എന്നത്. അപ്പൊ ഈ ചാന്താട്ടത്തിനുള്ള ആ ഒരു നീര് കാര്യങ്ങൾ എടുക്കുന്നത്
ഒരു തേക്കിന്റെ വേരോ അല്ലെങ്കിൽ തൊലിയൊക്കെ വാറ്റിയെടുക്കുന്ന ഒരു തരം ദ്രാവകമാണ് ഈ ഒരു ചാന്താട്ടത്തിനുള്ള ഒരു നീരായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ തന്നെ. അതുപോലെ തന്നെ ഇത് പ്രധാനമായിട്ടും നമുക്ക് കാണുന്ന ക്ഷേത്രം പറഞ്ഞാൽ കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ ഗണപതി വിഗ്രഹമൊക്കെ ഈ പറഞ്ഞ ദാരു വിഗ്രഹമാണ്. അതുപോലെ തന്നെ ചെട്ടിക്കുളങ്ങരയിലെ ആ ഒരു വിഗ്രഹവും ഈ പറയുന്ന ദാരു വിഗ്രഹത്തിൽ പെടുന്ന വിഗ്രഹമാണ് കേട്ടോ. നമ്മൾ കടൂർ ശർക്കര യോഗം നമ്മൾ നോക്കുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ, തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രം, അതുപോലെ കാസർഗോഡുള്ള ഒരു അനന്തപത്മനാഭ ക്ഷേത്രത്തിലൊക്കെ ഈ പറയുന്ന കടൂർ ശർക്കര യോഗം കൊണ്ടുള്ള ആ ഒരു വിഗ്രഹമാണ് എന്നൊരു കാര്യം നമ്മൾ പറഞ്ഞു. അപ്പൊ ഈ കടൂർ ശർക്കര യോഗം വരുമ്പോൾ പ്രത്യേകത എന്ന് വെച്ചാൽ അത് നിർമ്മിക്കുന്നിടത്തിന് പിന്നെ ഇത് എടുത്തു മാറ്റാൻ പറ്റത്തില്ല. അത് എവിടെയാണ് നിർമ്മിക്കുന്നത് അവിടെ തന്നെ ആയിരിക്കും. സോ ഇത് നിർമ്മിക്കുന്നത് പൊതുവെ ശ്രീകോവിലിനകത്ത് തന്നെയായിരിക്കും. അപ്പോൾ പ്രതിഷ്ഠിക്കേണ്ടതായ സ്ഥലത്ത് തന്നെയാണ് ശില്പികളെ കൊണ്ട് ഇത് പണിയിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം ഈ രീതിയിൽ പെടുന്നൊരു വിഗ്രഹമാണ്. ഈ കുമ്മായക്കൂട്ട് വിഗ്രഹങ്ങളിലോട്ട് വരുമ്പോഴത്തേക്കും അത് ദാരു കൊണ്ട് നിർമ്മിച്ച ഒരു വിഗ്രഹം, അത് അസ്ഥി പഞ്ചരത്തിലെ കുമ്മായക്കൂട്ട് കൊണ്ട് ആകാരം ഉണ്ടാക്കുന്ന രീതിയാണ് ഈ പറയുന്ന കുമ്മായക്കൂട്ട് വിഗ്രഹം എന്നൊക്കെ നമുക്ക് പറയാനാകുന്നത്. ഇനി അടുത്തത് മൃണ്മയ വിഗ്രഹം എന്നൊക്കെ പറയുമ്പോൾ അത് മണ്ണ് ഒഴിച്ചുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു വിഗ്രഹമാണ്. അത് ഏതൊക്കെ ക്ഷേത്രം നോക്കിയാൽ കാസർഗോഡ് താലൂക്കിലെ അടൂരുള്ള ശ്രീ മഹാധര മഹാലിംഗേശ്വര ക്ഷേത്രത്തിലാണ് ഈ 3 അടി ഉയരമുള്ള ഒരു മണ്ണ് ഒഴിച്ച് നിർമ്മിച്ച ഒരു ശിവലിംഗ പ്രതിഷ്ഠ ഒക്കെ ഉള്ളത്. അതുപോലെ തന്നെ തലശ്ശേരി താലൂക്കിലെ പിണറായിലുള്ള പാർവതി പരമേശ്വര പ്രതിഷ്ഠയും ഇങ്ങനെ നിർമ്മിച്ചിട്ടുള്ള മണ്ണ് ഒഴിച്ച് നിർമ്മിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു കാര്യമുണ്ട്, അത് അഷ്ടബന്ധം. ഇവിടെ ബിംബപ്രതിഷ്ഠയ്ക്ക് ബിംബപീഠത്തിൽ ഉറപ്പിക്കുന്നതിനായിട്ടാണ് ഈ അഷ്ടബന്ധം എന്നൊരു കൂട്ട് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു ബിംബപീഠത്തിൽ ഒരു ബിംബപ്രതിഷ്ഠ ഉറപ്പിക്കുന്നതൊക്കെ ഈ അഷ്ടബന്ധം എന്നൊരു കൂട്ട് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ കേരളീയ ക്ഷേത്ര വാസ്തുശൈലിയിൽ വളരെ പ്രാധാന്യമായിട്ടുള്ള ഭാഗങ്ങൾ. നമുക്കതിൻ്റെ വാസ്തു രീതി കാര്യങ്ങളിലേക്കൊന്നും അധികം ഡെപ്തിലോട്ട് നമുക്ക് പോകേണ്ടതില്ല. നമ്മുടെ PYQs ഒക്കെ വന്നിട്ടുള്ളതെല്ലാം ബേസ് ചെയ്തിട്ട് ആ ഒരു രീതിയിലാണ് നമ്മൾ ഈ ക്ലാസ്സസ് എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടതിന് ശേഷം നിങ്ങൾ ആദ്യം പോലെ ഒന്ന് 2x ഇട്ട് തന്നെ എല്ലാ ക്ലാസ്സുകളും ഒന്ന് കാണുക. വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും. ഇപ്പം ഈ പറയുന്ന ദേവസ്വം ബോർഡ് ഉൾപ്പെടുന്ന പരീക്ഷകൾക്ക്, ദേവസ്വം ബോർഡിലെ ഏത് പരീക്ഷയാണെങ്കിലും ഈ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ PDF എല്ലാം തന്നെ നിങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അപ്പം നിങ്ങൾ ആദ്യമാണ് ഈ ക്ലാസ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഏറ്റവും ആദ്യത്തെ ക്ലാസ് പോലെ തന്നെ 2x ഇട്ട് കാണുക. കുറച്ച് ക്ലാസ്സിൻ്റെ നമ്പർ കൂടുതലുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ടൈമൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങൾ 2x ഇട്ട് കേൾക്കുക, അത്ര നിങ്ങൾ ചെയ്താൽ മതി. പിന്നെ PDF നിങ്ങൾ വായിക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു പരീക്ഷ, അതായത് പരീക്ഷയിൽ നല്ലൊരു വിജയം നേടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ ഇപ്പോൾ വിഷു വരികയാണ്, എല്ലാവർക്കും വിഷുവിൻ്റെ ആശംസകളും ഒക്കെ തന്നെ നേരുന്നു. അതുപോലെ തന്നെ ആദ്യം മുതൽ നിങ്ങൾ ക്ലാസ് കണ്ട് ആണ് ഇവിടം വരെ എത്തിയതെങ്കിൽ ഈ ഒരു ക്ലാസ് വരെയുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്കത് ഉപകാരപ്പെട്ടോ എന്നുള്ള കാര്യങ്ങൾ, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൻ്റെ അടിയിൽ തന്നെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ എന്നൊരു കാര്യം പറയുക. അതുപോലെ ഈ പരീക്ഷയ്ക്ക് ശേഷം നിങ്ങൾ വന്നിട്ട് ഈ ക്ലാസ്സിൻ്റെ അടിയിൽ തന്നെ കമൻറ്റ് ഇടുക, നിങ്ങൾക്ക് ക്ലാസ് വളരെയധികം ഉപകാരപ്പെട്ടോ എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ കമൻറ്റിലൂടെ ഞങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ. അപ്പം പരീക്ഷയ്ക്ക് എല്ലാവർക്കും നല്ലൊരു വിജയം ഒന്നും കൂടെ ആശംസിക്കുന്നു. അപ്പോൾ എല്ലാവരും ദേവസ്വം ബോർഡിൽ ജോലിയിൽ കയറട്ടെ. അപ്പോൾ അവിടെ നിന്ന് തന്നെ നിങ്ങളുടെ ജീവിതത്തിന് പുതിയൊരു വഴിത്തിരിവ് അല്ലേ. ദേവസ്വം ബോർഡിൽ കയറി നിങ്ങൾ അവിടെ തന്നെ ഇരിക്കുക എന്ന് പറയില്ല. അതിൻ്റെ മുകളിൽ പിന്നെയും പരീക്ഷകളുണ്ട്, പരീക്ഷകൾ എഴുതുക. ദേവസ്വം ബോർഡിൽ തന്നെ അങ്ങനെ, PSC ആണെങ്കിൽ അങ്ങനെ, ഇനി അതുമല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൽ നല്ലൊരു ജോലിക്കുള്ള ഓപ്ഷൻസ് എല്ലാം ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നിങ്ങൾ പഠിച്ചുകൊണ്ട് ഇതൊരു ബേസ് മാത്രമാവട്ടെ നിങ്ങൾക്ക് ഈ ജോലി കേട്ടോ. ഈ ഒരു ജോലി നിങ്ങളുടെ ഒരു ബേസ് മാത്രമാവട്ടെ. അവിടെ നിന്ന് നിങ്ങളെല്ലാം ബിൽഡ് ചെയ്ത് ബാക്കിയുള്ള നല്ല നല്ല പൊസിഷനിലൊക്കെ നിങ്ങൾക്ക് കയ്യിലോട്ട് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. താങ്ക് യു.